ഏറ്റവും അധികം എല്ലാ സഹോദരങ്ങളും ഇന്ന് ആഗ്രഹിക്കുന്നത് ശരീരം അനങ്ങാതെ പണിയെടുക്കലാണ്. വലിയ ജോലിയൊന്നും ഉണ്ടാവരുത്. മുമ്പൊരു അച്ഛൻ തന്റെ മകനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഭക്ഷണം തരണമെങ്കിൽ എല്ലാ ദിവസവും 1 രൂപ വെച്ച് എന്റെ കയ്യിൽ കൊണ്ട് തരണം, എന്നാലും വീട്ടിൽ നിന്ന് ചോറ് തരുള്ളൂ. കാരണം അച്ഛൻ നോക്കുമ്പോ മോൻ വഷളായി വരികയാണ്. നമ്മുടെ ചെറുപ്പക്കാർ എങ്ങനെയാണല്ലോ, വാപ്പാടെ റബ്ബർ സീറ്റ് ഉമ്മാരെ ഒട്ടുപാലും ഉണ്ടെങ്കിൽ പിന്നെ ആരെയും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കള്ളു കുടിക്കാം, പടത്തിന് പോവാ, നാട്ടിലെ ഏറ്റവും വലിയ വില കൂടിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് തേച്ചു മിനുക്കി സുന്ദരക്കുട്ടനായി നടക്കാം. ഈ അച്ഛൻ പറഞ്ഞു, മോനെ എല്ലാ ദിവസവും വൈകുന്നേരം 1 രൂപ എന്റെ കയ്യിൽ തന്നെങ്കിലേ നാളെ വൈകുന്നേരം വരെയുള്ള ഭക്ഷണം നിനക്ക് തരുള്ളൂ. വീട്ടിൽ കിടക്കാനും പറ്റുള്ളൂ. കൊച്ചുകുട്ടി അവൻ പേടിച്ചു പോയി. 1ാമത്തെ ദിവസം അവൻ നേരെ അമ്മൂമ്മയുടെ അടുത്ത് ചെന്നു. അമ്മൂമ്മേ സുഖമാണോ എന്ന് പറഞ്ഞ് 2 പാക്കുമ്പറ്റൊക്കെ ഇടിച്ചു കൊടുത്ത് അമ്മൂമ്മായി സോപ്പിട്ട് മുതുവൊക്കെ തടവി കൊടുത്തിട്ട് പറഞ്ഞു, 1 രൂപ എനിക്ക് തരണം കേട്ടോ. അങ്ങനെ അമ്മൂമ്മ 1 രൂപ കൊടുത്തു. അതുകൊണ്ട് വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു, 1 രൂപ കിട്ടിയോ? കിട്ടി. എവിടെ നിന്ന് കിട്ടിയെന്നൊന്നും അച്ഛൻ ചോദിച്ചില്ല. അച്ഛൻ കൊണ്ടുവരാൻ പറഞ്ഞു, അവൻ കൊണ്ടുവന്നു. അച്ഛൻ പറഞ്ഞു, അത് കൊണ്ടുപോയി കിണറ്റിലിടാൻ പറഞ്ഞു. മോൻ ചോദിച്ചു, അതെന്തിനാ? അച്ഛൻ പറഞ്ഞു, അത് കുറച്ച് കഴിയുമ്പോൾ പൊടിച്ച് കയറി വരും. അപ്പൊ നമുക്ക് അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരുമിച്ച് തൊട്ടിയിട്ട് കിണറ്റിന്ന് പൈസ എങ്ങനെ കോരിയെടുക്കാന്ന്. അങ്ങനെ മകൻ 1 രൂപ കൊണ്ട് കിണറ്റിയിട്ടു. 2ാമത്തെ ദിവസം 1 രൂപ വേണമല്ലോ. അമ്മമ്മയ്ക്ക് പോയി പാക്കുമറ്റ ഇടിച്ചു കൊടുത്തപ്പോ അമ്മമ്മ പറഞ്ഞു, ഇന്ന് മോൻ പാക്കുമറ്റ ഇടിക്കണ്ട, എനിക്കറിയാം എന്തിനാ ഇടിക്കണേന്ന്, 1 രൂപ വാങ്ങാനല്ലേ. അമ്മമ്മക്ക് ഇനി തരാനില്ല. നേരെ അപ്പൂപ്പന്റെ അടുത്ത് പോയി കാലൊക്കെ തടവി കൊടുത്ത, അപ്പൂപ്പോ ഇരിക്കാറായല്ലോ, ആണോ എന്നൊക്കെ ചോദിച്ച് അപ്പൂപ്പന്റെ വൈകുന്നേരം ആ 1 രൂപ വാങ്ങിച്ചു. നേരെ ആ 1 രൂപയും കൊണ്ട് അച്ഛന്റെ അടുത്ത് ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു, കിണറ്റിക്കൊണ്ടിടാം. പറയുന്നതിനേക്കാൾ വേഗത്തിൽ അതുകൊണ്ട് കിണറ്റിക്കൊണ്ടിട്ടു. 3ാമത്തെ ദിവസം അടുത്ത ബന്ധുവിന്റെ അടുത്ത് പോയി, കൂട്ടുകാരെടുത്തു പോയി, സുഹൃത്തുക്കളെടുത്തു പോയി. അങ്ങനെ പോയി ഓരോ രൂപ വാങ്ങിക്കൊണ്ടുവന്ന് അവസാനം ആരും കാശ് കൊടുക്കാത്തൊരു ദിവസം വന്നു. എല്ലാരും ഓട്ടിച്ചവനെ വരവ് കാണുമ്പോഴേ അറിയാം പൈസക്കാന്ന്. അങ്ങനെ ആരും കാശ് കൊടുത്തില്ല. അവസാനം അവൻ എന്ത് ചെയ്തു? റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇങ്ങനെ കാത്തിരുന്നു, ഏതെങ്കിലും കാശുകാർ വന്നിറങ്ങുമ്പോൾ ചോദിക്കാം. ആരും വെറുതെ കാശ് കൊടുക്കൂല. അവസാനം അവൻ പറഞ്ഞു, എനിക്ക് 1 രൂപ തരണം. അയാൾ പറഞ്ഞു, എന്റെ ഈ പെട്ടിയും സാധനങ്ങളും ചുമന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവച്ച് തന്നാൽ നിനക്ക് 1 രൂപ തരാം. എന്തായാലും വൈകുന്നേരമായി, വീട്ടിൽ പോകണമെങ്കിൽ പൈസ വേണം. അത് ചുമന്ന് തലയിൽ വെച്ച് വിയർപ്പൊഴിക്ക് നടന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വീട്ടിലേക്ക് ചെന്നു. 1 രൂപ കിട്ടി. ഓടി അച്ഛന്റെ അടുത്ത് ചെന്നു. അച്ഛൻ പറഞ്ഞു, ആ പൈസ കിണറ്റിന്റെ അകത്ത് കൊണ്ടിടാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പട്ടിണി കിട്ടുന്ന കൊന്നാലും ഈ പൈസ ഞാൻ കിണറ്റിൽ കൊണ്ടിടൂല, കാരണം ഇത് ഞാൻ അധ്വാനിച്ച പൈസയാണ്. ഇങ്ങനെ പറയാൻ ഒരു 10 രൂപ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരുടെ പോക്കറ്റിലുണ്ടോ? ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ ഉമ്മാക്ക് കൊടുക്കാൻ, വാപ്പാക്ക് കൊടുക്കാൻ, മക്കൾക്ക് കൊടുക്കാൻ, കൂട്ടുകാർക്ക് കൊടുക്കാൻ, പാവപ്പെട്ട യതീം മക്കളുടെ കല്യാണത്തിന് കൊടുക്കാൻ, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ പൈസയാ ഇതെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന കാശുണ്ടല്ലോ, ആ കാശിന് അല്ലാഹുവിന്റെ മുമ്പ് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു അങ്ങനെ സമ്പാദിക്കാനും കഷ്ടപ്പെടാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ടാണ് പലിശ വളർന്നത്. കഷ്ടപ്പെടാൻ ആഗ്രഹമില്ലാത്ത ചെറുപ്പക്കാരാണ് പലിശയെ വളർത്തിക്കൊണ്ടുവന്നത്. പലിശ ഇന്ന് വളരെ സജീവമാണ്. വടക്കു ഭാഗത്തൊക്കെ ചെന്നാല് ഉമ്മമാര് ഏറ്റവും നല്ല പലിശക്കാരാണ്. എന്തെങ്കിലും പൈസ കെട്ടി വെച്ചിരിക്കും. 50,000 രൂപ വരെ മുന്തിക്കെട്ടടിച്ചാൽ ഉമ്മാമാടെ മുന്തിന്ന് കിട്ടും. നമ്മുടെ നാട്ടിലുള്ള ഉമ്മാമാടെ മുന്തിക്കെട്ടടിച്ചാൽ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളിക മാത്രമേ കിട്ടുള്ളൂ. ആ ഗുളിക ബ്ലാക്കിൽ വിറ്റാൽ ചിലപ്പോൾ 1 ലക്ഷം രൂപ കിട്ടും. അത്ര കിട്ടുള്ളൂ. സ്ത്രീകള് പോലും ഏറ്റവും അധികം പലിശ കൊടുക്കുന്നവരായി മാറി. നമ്മുടെ നാട്ടിൽ നിന്ന് പലിശയുമായി ബന്ധപ്പെടാത്തവരാരാ ഉള്ളത്? ഒരു കച്ചവടം നടത്തി നല്ലതുപോലെ മുമ്പോട്ട് പോവുകയാണ്. അപ്പൊ അനുജൻ ജ്യേഷ്ഠനോട് പറയും, ഇക്ക
ഇങ്ങനെ പോയാൽ ഇപ്പൊ തന്നെ നമുക്ക് ഒരു മാസം ഒരു 25,000 രൂപ ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്താൽ ഒരു മാസം 1 ലക്ഷം രൂപ ലാഭം കിട്ടുന്ന രീതിയിലാക്കിയാലോ. അതിന് കാശ് വേണ്ടേ? 10 ലക്ഷം രൂപ പലിശക്ക് എടുക്കണം. ഒരാവശ്യമില്ല അവനെടുക്കാൻ. ഇപ്പൊ തന്നെ മാന്യമായ രീതിയിൽ സാമ്പത്തികമുണ്ട്. എന്നാലും നാട്ടിലെ ഏറ്റവും വലിയ പലിശക്കാരന്റെ മുമ്പ് പോയിട്ട് 10 ലക്ഷം രൂപ ബ്ലൈഡിന് പകരമായി എടുത്തുകൊണ്ട് വന്നിട്ട് ആ കച്ചവടം തുടങ്ങുമ്പോ ഇന്നല്ലാഹ യുർബി സ്വദഖാ വയുമികുല്ലാഹു റിബാ വയുർബി സ്വദഖാ. അല്ലാഹു പടച്ച തമ്പുരാൻ ഹറാമായ രീതിയിലൂടെ പലിശ കൊണ്ടാര് കച്ചവടം തുടങ്ങുന്നുവോ, പലിശയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ലോകത്ത് എത്ര വെട്ടിപ്പിടിക്കാമെന്ന് തീരുമാനിക്കുന്നുവോ അവരെ അല്ലാഹു നശിപ്പിക്കുന്നതാ, അവരെ അല്ലാഹു തകർക്കുന്നതാ. വയുർബി സ്വദഖാ. കിട്ടുന്നത് 10 രൂപയാണ് ലാഭമുള്ളതെങ്കിൽ ആ 10 രൂപ സ്വതക്ക കൊടുക്കുന്നവന് അല്ലാഹുവിന്റെ കച്ചവടത്തിന് വളർച്ച കൊടുക്കുന്നതാ, അവന്റെ ജീവിതത്തിൽ അല്ലാഹു ഉയർച്ച കൊടുക്കുന്നതാ. എല്ലാ നിലയിലും അല്ലാഹു ഉന്നതമായ പദവികളിലേക്ക് അവരെ എത്തിക്കുന്നതാ. അതുകൊണ്ട് പെട്ടെന്നൊരു പലിശയിലേക്ക് നമ്മൾ എടുത്ത് ചാടരുത്. പിന്നെ കച്ചവടത്തിലൂടെ ചതിയും വഞ്ചനയും. ഏറ്റവും അധികം ഇന്ന് കച്ചവടം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണല്ലോ ഇന്നത്തെ കച്ചവടം. അള്ളാന്റെ പള്ളികളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാര് വരെ 3,000-4,000 രൂപ ശമ്പളം വാങ്ങി വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പറയും, നിങ്ങൾക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങിക്കൂടെ? ഉടനെ മുസ്ലിയാർ പറയും, അതെന്തോടി ബിസിനസ്? എന്റെ പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോ പറയട്ടെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അത്തറിന്റെ മണം ഉണ്ടല്ലോ, ഇപ്പോഴും എന്റെ മൂക്കിന്ന് പോയിട്ടില്ല. പക്ഷെ ആ മണം മാത്രമേ ഉള്ളൂ, ഗുണമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പള്ളിയുടെ 3,000 രൂപ കൊണ്ടിരുന്ന കാര്യം നടക്കൂല. നമുക്ക് പായലേ വിടാ, പൂപ്പലേ വിടാ, പെയിന്റ് അടിക്കണ്ടേ, മോളെ കെട്ടിക്കണ്ടേ. അപ്പുറത്തെ സൈനബാര മോക്ക് കൊടുത്തത് 101 പവന. എനിക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എനിക്കും അത് കൊടുക്കണം. നിങ്ങൾക്ക് റിയൽ തുടങ്ങിക്കൂടെ? ഭാര്യ അത് പറയുമ്പോ പാവപ്പെട്ട മുസ്ലിയാർ വിചാരിക്കും, ശരിയാ, ഒരു കച്ചവടം നടന്നാൽ കിട്ടുന്ന ലാഭം എത്ര? 10, 15, 20, 30 ലക്ഷം. ഇതൊക്കെ താത്ത കണക്ക് കൂട്ടി വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു. മുസ്ലിയാർ അങ്ങനെ വലിയ തകടും കൂടെ കൊണ്ട് 1 ഏക്കർ പേരിടത്തി കൊണ്ട് കുഴിച്ചിട്ട് മുതലാളിയെ കമത്തി ഫസ്റ്റ് കച്ചവടം അങ്ങ് നടത്തി. സുബ്ഹാനല്ലാഹ്. ഇത് ഞാൻ പറയുമ്പോ പ്രിയപ്പെട്ട ഉസ്താദുമാരെ കുറ്റപ്പെടുത്തിയതല്ല. അവർക്കും വേണ്ടേ പ്രിയപ്പെട്ടവരെ നല്ലൊരു ജീവിതം, മഴ പെയ്താൽ വെള്ളമകത്ത് വീഴാത്ത നല്ലൊരു വീട് അവർക്ക് വേണ്ടേ. ഇവിടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുമ്പോ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മക്കൾക്കും കൊണ്ടുപോകണ്ടേ നല്ലൊരു ബാഗ്, അവർക്കും ധരിക്കണ്ടേ നല്ലൊരു വസ്ത്രം. അല്ലാഹു നമ്മുടെ നാട്ടിലുള്ള ആലിമീങ്ങൾക്ക് അല്ലാഹു സാമ്പത്തിക ഭദ്രത കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലയിലുള്ള വളർച്ചയും ഉയർച്ചയും കാരുണ്യവാനാര പടച്ച തമ്പുരാൻ കൊടുത്ത് പാവപ്പെട്ട ഉസ്താദുമാരെ, മുഅല്ലിമീങ്ങളെ, മദ്രസയിൽ ജോലി ചെയ്യുന്ന സാധുക്കളാര പണ്ഡിതന്മാര് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാ. അങ്ങനെ ആ കച്ചവടത്തിൽ പെട്ടെന്ന് തന്നെ കള്ളങ്ങൾ പറയുന്നു, വഞ്ചിക്കുന്നു, ചതിക്കുന്നു, പരസ്പരം ആരോടും മൈൻഡ് ചെയ്യാതെ, മാനുഷികമായ ഒരു പരിഗണനയുമില്ലാതെ, ആരെയും പരിഗണിക്കാതെ ഫസാദ് പറയാൻ, കള്ളം പറയാൻ, ഈബത്ത് പറയാൻ, അള്ളാണ് ഉമ്മാണ്, ഇവിടെ നിന്നാണ് അതിര് തുടങ്ങുന്നത്, വാപ്പാണ്, കബറിനാണ്, ഞാനിത് ഇത്ര രൂപയ്ക്ക് വാങ്ങിയതാ എന്നൊക്കെ പറഞ്ഞ് കള്ളം നിരത്തിയിട്ട് കച്ചവടം ചെയ്യാനുള്ള മാനസികമായ തയ്യാറെടുപ്പ്. പണം കിട്ടുമ്പോ അറിയാതെ കള്ളം പറഞ്ഞു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എവിടെ നിന്ന് സമ്പാദിച്ചു എന്നുള്ള ചോദിക്കുമ്പോ ഏറ്റവും അധികം ഇന്ന് ലാഭമുള്ള ബിസിനസ് കഞ്ചാവ് കച്ചവടമാണ്. അതിപ്പോ നിങ്ങളോട് പറയണ്ട, നിങ്ങൾ ആരും അതിൽ ഉൾപ്പെട്ട് കാണൂല. പക്ഷേ നമ്മളറിയാതെ എത്രയോ യുവാക്കള് കഞ്ചാവ് കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ. തിരുവനന്തപുരം ജില്ലയുടെ തമ്പാനൂര് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തോളത്ത് തൂക്കിയിട്ട് കൊണ്ടുപോയ ബാഗ് പോലീസുകാരെന്ന് പരിശോധന നടത്തിയപ്പോ ലക്ഷക്കണക്കിന് രൂപയുടെ കഞ്ചാവുകളാണ്, മയക്കുമരുന്നുകളാണ് അവിടെ ബാഗിന്റെ അകത്ത് കണ്ടെത്തിയത് എന്ന് പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഒരു നുള്ള കഞ്ചാവിന് 1 പവൻ സ്വർണത്തിനെക്കാളും വിലയാണ്. 1 നുള്ള കഞ്ചാവിന് 1 പവൻ സ്വർണം
സ്വർണത്തെക്കാളും വിലയാണ്. അത് കച്ചവടം ചെയ്യുമ്പോൾ വളരെ ലാഭമാണ് കിട്ടുന്നത്. അങ്ങനെ കാശുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ പണമുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ മറ്റുള്ളവരെ പറ്റിച്ചും മറ്റുള്ളവരെ വേദനിപ്പിച്ചും മറ്റുള്ളവരെ വഞ്ചിച്ചും കൊണ്ട് പണമുണ്ടാക്കുന്ന എത്രയോ പേരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആ കച്ചവടത്തിലൂടെ കിട്ടുന്ന കാശുണ്ടല്ലോ, ഒരു സെക്കൻഡ് കൊണ്ട് അല്ലാഹു പടച്ച തമ്പുരാനെ നശിപ്പിച്ച് കളയാ കഴിയുമെന്നുള്ള ബോധം നിനക്കുണ്ടാവണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചില ആൾക്കാരുണ്ടല്ലോ 10-15 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്നത്. 10-15 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്ന ഒരു നേരത്തെ മരുന്നിന് വേണ്ടി, ഒരു ഓപ്പറേഷന് വേണ്ടി 10-20-30 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്നു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ആസ്ട്രേലിയയിൽ നിന്നും ഒക്കെ മരുന്ന് എഴുതി വരുത്തിയിട്ട് മക്കളെ ചികിത്സിക്കാൻ കോടിക്കണക്കിന് രൂപ കടബാധ്യതയുള്ള സഹോദരൻ. അബുദാബിയിൽ മലപ്പുറം ജില്ലയിലുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരനെ കാണാൻ കഴിഞ്ഞു. പ്രിയമുള്ളവരെ, വർഷങ്ങളായി വിദേശ രാജ്യത്ത് നിന്ന് കഷ്ടപ്പെടുന്ന സഹോദരൻ, നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടുന്നില്ല, നല്ല ഒരു വീട് വെച്ചിട്ടില്ല, ഭാര്യയും മക്കളെയും നല്ലതുപോലെ സന്തോഷിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കായ രൂപ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരനാ. അവസാനം ആ സഹോദരൻ പറയുന്നു, ഉസ്താദേ, എന്റെ ഭാര്യ കരഞ്ഞാലും എന്റെ മക്കള് കരഞ്ഞാലും എനിക്ക് സങ്കടമില്ല. അവസാന സമയം വരെ എന്റെ ഉപ്പാക്ക് ക്യാൻസർ ആയതുകൊണ്ട് എന്റെ സമ്പാദ്യം മുഴുവനും എന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് കൊടുക്കണമെന്ന തീരുമാനത്തിലാണ്. കുറച്ചുകൂടി കസരവിനോട് നീക്കണം. എല്ലാരും ഒന്നുകൂടി ഒന്ന് ഫ്രണ്ടിലോട്ട് നീങ്ങാം, അല്പം കൂടി വേഗമാവട്ടെ. ഇനി ഫ്രണ്ടിൽ നീങ്ങുമ്പോൾ ഏറ്റവും പുറകിലും നീങ്ങണമല്ലോ. മോഷണം നമ്മുടെ ചെറുപ്പക്കാർ കണ്ടെത്തിയിരിക്കുന്ന തൊഴിൽ. അടുത്ത സമയത്ത് പത്രത്തിലൂടെ കണ്ടില്ലേ, ATM കവർച്ച. 5 ചെറുപ്പക്കാരുടെ ഫോട്ടോ പത്രത്തിൽ കൊടുത്തിരുന്നു. മസിൽ കാരണം ബനിയനൊക്കെ പൊട്ടിപ്പോയി ചെയ്തമാര്. ഇതൊക്കെ എന്നിട്ട് എന്താ പ്രശ്നം? അവരോട് ചോദിച്ചു അത്രേ, ATM കവർച്ച നടത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ച കാര്യം എന്താ? അവര് പറഞ്ഞു, പണിയെടുക്കാനുള്ള മടിയാണ്, ജോലി ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഇതാവുമ്പോ കുഴപ്പമില്ല, ആൾക്കാരിട്ടിരിക്കുന്ന കാശ്, ഒരുപാട് കാശ്. മാല വലിച്ചു പൊട്ടിക്കൽ. അതുപോലെ എന്റെ പ്രിയമുള്ളവരെ, പാതിരാ സമയങ്ങളിൽ കണ്ടില്ലേ ജ്വല്ലറികളുടെ 40 പവനും 50 പവനുമെല്ലാം രാത്രി സമയത്ത് ഭൂമി തുറന്ന് മോട്ടിച്ചു കൊണ്ടുപോകുന്ന പ്രത്യേകമായ കാലഘട്ടമാണ്. അല്ലാഹുക്കട്ടെ. സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ, സഹോദരിമാര് വാദക്കാരുണ്ടോ ഇവിടെ ഈ ഭാഗത്തുണ്ടല്ലേ? ഈ സഹോദരിമാരൊക്കെ ഇപ്പൊ AMSന്റെ പരിപാടി എത്ര വർഷം കൊണ്ട് നടക്കുന്നു? എത്ര സഹോദരിമാര് സ്വർണം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറച്ചായിരിക്കും. എന്നാലും അൽഹംദുലില്ലാഹ് മാന്യമായി 3, 4, 5 പെൺമക്കൾക്ക് എല്ലാ ചിലവും ഒരു 10 പവൻ സ്വർണമെങ്കിലും അവർക്ക് വേണ്ടി. ഇതൊരു സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. അങ്ങനെ പറയുന്നത് കാരണം എന്തെന്നറിയോ? ഇത് സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കലല്ല. ഒരു നിവർത്തിയുമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് തന്റെ വീടിന്റെ അപ്പുറത്തെ സമ്പന്നയായ വീട്ടിലെ ഉമ്മയുടെ മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതുപോലെ അതുപോലെ ഒരു അവസരം നാട്ടിലുള്ള യുവാക്കളുടെ ഒത്തൊരുമ കൊണ്ട് കിട്ടുകയാണ്. സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കലല്ലത്, സ്ത്രീധനം കൊടുക്കലല്ലത്. അങ്ങനെ നിങ്ങൾ കരുതരുത്, ഒരിക്കലും അതല്ല. സ്ത്രീധനം എന്ന് പറയുന്നത് പാവപ്പെട്ടവർ തമ്മിലുള്ള ഇടപാടല്ല. അത് കുറച്ചുകൂടി മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. അല്ലാഹു തആല മോശമായ കുടുംബ ബന്ധങ്ങളെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെ മോഷണത്തിലൂടെ, വഞ്ചനയിലൂടെ, ചതിയിലൂടെ സഹോദരിമാരെല്ലാ കയ്യിലും കഴുത്തിലും കാതിലും ഒരുപാട് ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് റോഡിലൂടെ പോകുമ്പോ ബൈക്കിൽ വരുന്ന 3 ചെറുപ്പക്കാര് സഹോദരിമാരുടെ നെഞ്ചത്തടിച്ചുകൊണ്ട് 10.5 പവന്റെ മാല പൊട്ടിച്ചു കൊണ്ടുപോകുന്നു. അവര് പറയുന്നു, എത്ര വലിയ ചെറുപ്പക്കാര് വന്ന് വലിച്ചാലും പൊട്ടാത്ത കനമുള്ള മാലയാ കച്ച വാങ്ങിത്തുന്നത്. ഈ മാല പൊട്ടാൻ കള്ളന്മാരുടെ കയ്യിൽ ഒരു മരുന്ന് തേച്ചാൽ മതി, അവര് പിടിക്കുമ്പോ അത് പൊട്ടിക്കോളും. അതാ പരിപാടി. അല്ലാതെ കള്ളന്മാര് ചുമ്മാ അല്ല കള്ളന്മാര്, അത് ജോലിയുണ്ട്. മാലയിൽ ഇങ്ങനെ പിടിക്കുമ്പോ അത് പൊട്ടുന്നതിനുള്ള പരിപാടി അവർക്കറിയാം. നിങ്ങൾ പരസ്പരം ഭാര്യയും ഭർത്താവ് അടികൂടുമ്പോ എത്ര വലിച്ചു പിടിച്ചാലും ചിലപ്പോ മാല പൊട്ടൂല. പക്ഷേ
കള്ളന്മാർക്ക് അതിനുള്ള പാഠവും ഉണ്ടത് അവർക്കറിയാം. എന്നാലും കൊടുക്കൂല. ഇപ്പൊ മടത്തറ ഭാഗത്തൊരു പ്രിയപ്പെട്ട ഉമ്മാടെ കാതിലെ കമ്മലുണ്ടല്ലോ, ഇവിടം മുതൽ ഇവിടം വരെ ഇങ്ങനെ കൊരുത്ത് എന്താ അലിക്കത്ത് എന്നാണ് എന്റെ പേര്. എത്ര തവണ ഞാൻ അവിടെ വധു പറയാൻ പോയതാ. ഒരു റൗണ്ടെങ്കിലും ഊരി കൊടുത്തുവിടായിരുന്നു പള്ളിയുടെ അവധ് കെട്ടാനൊക്കെ. കൊടുക്കൂല. അവസാനം 3 പേര് ബൈക്കിൽ വന്നിട്ട്, ഈ 3 പേര് ബൈക്ക് വരുമ്പോഴേ നോക്കണം പ്രശ്നമാണ്. കാരണം അമ്മാൻ എന്തെന്നറിയോ, 3 പേര് വരണത് അബദ്ധത്തിൽ 1-2 പേര് അവിടെ ആയിപ്പോയാലും ബൈക്കും കൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ അതിന് വേണ്ടിയിട്ടാണ്. 3 പേരെ വരോളൂ മോട്ടിക്കാൻ. അങ്ങനെ വന്നപ്പോ ഉമ്മാമാരെടുത്തി വെച്ച്, ഉമ്മാമ ഈ കൊല്ലായി പോകാനുള്ള വഴി അങ്ങോട്ടാ. മാമ പറഞ്ഞു, എന്തു മക്കളെ? അപ്പൊ ബാക്കിരിക്കണം പറഞ്ഞു, അങ്ങനെ തന്നെ പിടിച്ചോ മാമ, എളുപ്പമുണ്ട്. മാമ അങ്ങനെ കൈ വെച്ചിട്ട്, മക്കളെ എവിടെ പോവാനാടാ ബാക്കിൽ നിന്ന് പറഞ്ഞു, അങ്ങനെ ഇരിക്കട്ടെ മാമ, അങ്ങനെ ഇരിക്കട്ടെ. കാതോടുകൂടി കണ്ടിച്ച് കൊടുത്ത് ഒറ്റ പോക്ക. കാരണം ഇത് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല അലിക്കത്ത്. കാതോടുകൂടി കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ആലോചിക്കണം. നമ്മൾ എത്രയോ എളുപ്പമുള്ള മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുന്നവരെന്തെന്നറിയോ? വീട് വെക്കുന്നില്ലടാ, വെക്കണോ സാറേ, വിസ ശരിയായിക്കൊണ്ടിരിക്കുക. പെണ്ണ് കിട്ടുന്നില്ലടാ, പെട്ടെന്ന് സാറേ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. പെണ്ണ് കിട്ടണതിന് പാസ്പോർട്ട് എന്തിനാ, വീട് വെക്കണതിന് വിസ എന്തിനാ? ഇവന്റെ ധാരണ എന്താണെന്നറിയോ? മറ്റവും വീട് വെച്ചത് ദുബായി പോയിട്ട് വന്നപ്പോഴാ. അപ്പൊ അതുകൊണ്ട് എനിക്കും അവിടെ പോണം, ചെന്ന് ഇറങ്ങി കൊടുത്താൽ മതി. ചെന്നിറങ്ങാത്ത താമസമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഒരു 10 ദിവസം UAE-യുടെ 1-2 സ്ഥലങ്ങളിൽ ഒരു പരിപാടിയും സുഹൃത്തുക്കളുമായിട്ടുള്ള 1-2 യാത്രയും ചെയ്തപ്പോൾ കണ്ടു. പ്രിയമുള്ളവരെ, 40 പേർക്ക് കുളിക്കാൻ 1 കിണറും 1 ബാത്റൂമുമുള്ള ക്യാമ്പുകൾ കണ്ടു. സഹോദരിമാര് പറയുന്നത് എന്താ, എന്റെ ഇക്കാമ ദുബായിൽ അറബിയുടെ അറബി ഭക്ഷണം കഴിച്ചാൽ ഇക്കാക്കും കൊടുക്കും, അറബി കുപ്പായം വാങ്ങിച്ചാൽ ഇക്കാക്കും, അറബി പെണ്ണെട്ടിയാൽ ഇക്കാക്കൂടെ കെട്ടിച്ചു കൊടുക്കും എന്ന് പറയാത്ത പാട്ട്. എല്ലാം ഗൾഫുകാരന്റെ ഭാര്യയാണെന്നുള്ള അഹങ്കാരത്തോടെ ഹൈഹീലിന്റെ ചെരിപ്പിട്ടുകൊണ്ട് മുടി സൈറ്റ് ചെയ്തുകൊണ്ട്, പ്രിയമുള്ള സഹോദരിമാരെ, ശരീരത്തിന്റെ പവർ പുറത്ത് കാണിച്ചുകൊണ്ട് കല്യാണ വീടുകൾ നിരങ്ങി തിമിർക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, വിദേശ രാജ്യത്ത് കഷ്ടപ്പെടുന്ന നൂറുകണക്കാര ചെറുപ്പക്കാരന്റെ കണ്ണീരിൽ കുതിർത്ത ചരിത്രം നിങ്ങൾക്കറിഞ്ഞാൽ, ഗൾഫുകാരന്റെ ഒരു ഭാര്യ പോലും പിന്നെ സീരിയൽ കാണാ മനസ്സ് വെക്കൂല, അനാവശ്യമായ അന്യപുരുഷന്മാരുമായി ഫോണിലൂടെ സംസാരിക്കൂല, മോശമായ ശരീരം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കൂല. അത്രയ്ക്ക് സങ്കടമാണ് പെങ്ങളെ വിദേശ രാജ്യത്ത് കഴിയുന്ന പല സഹോദരങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാരൊക്കെ സുഖിക്കുന്നുണ്ട്, രസിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിനെ തീരെ പേടിക്കാത്തവരുമുണ്ട്. അള്ളാഹു നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ കഴിയുന്ന പാവപ്പെട്ട സഹോദരങ്ങൾക്ക് എല്ലാ നിലയിലുള്ള വളർച്ചയും കൊടുക്കട്ടെ. ഒരു സഹോദരന്റെ ബേക്കറി ഉദ്ഘാടനത്തിന് പോയി. പേരെന്താ? അബ്ദുൽ മലിക്കുൽ ഗഫൂർ. ബേക്കറിയുടെ പേര് രുചി ബേക്കറി, തണൽ ബേക്കറി എന്നൊക്കെ കേട്ടിട്ട് ഞാൻ ചോദിച്ചു, എന്താ ഈ പേരിടാനുള്ള കാരണം? വാപ്പാടെ പേരാണ്. കൊള്ളാം, വാപ്പാടെ പേരിട്ട പപ്സൊക്കെ നിന്ന് കത്തു സാധനം, അത്രയ്ക്ക് മണക്കത്ത വാപ്പ. പിന്നെ ഇത് ആരുടെ പേരാ? ഇത് ദുബായിലുള്ള ഒരു അറബിയുടെ പേരാണ്. പറഞ്ഞ ആ പേരിട്ടത് വറക്കത്തിനാണ്. വറക്കത്തിനല്ല, അറബിയെ വലിപ്പിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. എങ്ങനെയാ? ഞാൻ പറഞ്ഞിടാ, ഓരോ അലുവ കഷണത്തിന്റെ പുറത്തും അബ്ദുൽ മലിക്കുൽ ഗഫൂർ എന്ന് എഴുതി കൊടുത്താൽ അള്ളാഹ് പൊരുത്തപ്പെട്ടു വരില്ല. അവന്റെ ധാരണ എന്താ? എങ്ങനെയെങ്കിലും കുറെ പണം ഉണ്ടാക്കുക. അതിനൊരുപാട് വഴികളുണ്ട് നമുക്ക്, അതിനൊരുപാട് എളുപ്പമാർഗങ്ങളുണ്ട്. പലിശയിലൂടെ, കള്ള് കച്ചവടത്തിലൂടെ, മോഷണത്തിലൂടെ, വസ്തു കച്ചവടത്തിൽ വഞ്ചന നടത്തുന്നതിലൂടെ, ചതി നടത്തുന്നതിലൂടെ ഉണ്ടാക്കിയ കാശുണ്ടല്ലോ, അത് പെട്ടെന്നൊരു മനുഷ്യന്റെ മനസ്സിന്റെ അകത്ത് കടന്നു കയറിയിട്ടവനെ മൃഗമാക്കുന്ന പണമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നലിൽ മാലി ലളറാറാ, പണത്തിന് ഒരു വല്ലാത്ത ലഹരിയുണ്ട്, അക്രമമുണ്ട്. കളറാറത്തിൽ ഖംറി, കള്ള് ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന പോലെ പണം ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതാണ്. കള്ളു കുടിക്കുമ്പോ മനുഷ്യന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുന്ന പോലെ പണം ഒരു മനുഷ്യനെ അബോധാവസ്ഥയിലെത്തുന്നതാണ്. ചില ആൾക്കാർക്ക് പണം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കണ്ടുകൂടാന്ന് പറയാനായിട്ട്, ഓ അവളെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നാ പിന്നെ കണ്ണ് തുറക്കൂല എന്ന് പറഞ്ഞാൽ എന്താ? കൊണ്ടുവന്ന പെട്ടിയിലെ സാധനങ്ങൾ തീരുന്നത് വരെ താത്താക്ക് പിന്നെ അയൽവാസികളുമായി യാതൊരുവിധ ബന്ധവും ഒരു ബന്ധവുമില്ല. സ്വന്തം കാര്യം
അതുവരെ അയൽവാസികളുമായി നല്ല ബന്ധം, സ്നേഹം, സൗഹൃദം എല്ലാം ഉണ്ട്. കാശുണ്ടാകുമ്പോ കണ്ണു തുറക്കാത്ത ഒരുപാട് പേരില്ലേ? പ്രിയമുള്ളവരെ, പെട്ടെന്ന് അല്ലാഹു കാശു തരും. എന്തിനെന്നറിയുമോ? അതൊരു പരീക്ഷണമാണ്. കാരുണ്യവാനായ പടച്ച തമ്പുരാൻ ഓരോ പരീക്ഷണങ്ങൾ ഈ സമുദായത്തിലെ സഹോദരങ്ങൾക്ക് അല്ലാഹു തരുമ്പോ, പണം തന്നുകൊണ്ട് കാരുണ്യവാനായ പടച്ച തമ്പുരാൻ പരീക്ഷിക്കുമ്പോ, കള്ളൊരു മനുഷ്യന്റെ ശരീരത്തെ ഉപദ്രവിക്കുന്ന പോലെ പണം ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നതാ. അൽഹാക്കുമുത്ത കാസുറു ഹത്താ സുറുത്തുമുൽ മഖാബിർ. പണത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ ആർത്തിയുണ്ടല്ലോ. വാപ്പയെ കൊന്നാലും ഉമ്മയെ കൊന്നാലും പെങ്ങളെ കൊന്നാലും കൂടപ്പറപ്പിന്റെ കഴുത്തറുത്താലും എനിക്ക് നോട്ടുകെട്ട് മതിയെന്ന് പറഞ്ഞുകൊണ്ട് പേപിടിച്ച നായകളെ പോലെ പണത്തിന്റെ പിന്നാലെ പരക്കം പായുന്ന ഈ കാലഘട്ടത്തിലെ സമ്പന്ന വർഗത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സമുദായത്തിലെ സഹോദരങ്ങൾ പഠിച്ചോ, ആർത്തി തീരുന്നത് എപ്പോഴാ? ഹത്താ സുറുത്തുമുൽ മഖാബിർ. ഖബറുകളെ സന്ദർശിക്കുന്നത് വരെയാണ്. അവിടെ പോയാൽ പിന്നെ പണം വേണമെന്നും അവിടെ എത്തുന്നത് വരെ പണത്തിന് വേണ്ടിയുള്ള മൽപിടുത്തമാണ് മനുഷ്യൻ. മരിക്കാൻ നേരത്ത് പോലും തലേണയുടെ അടിയിൽ കാശിരിക്കുന്നു എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കൂല. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാണോ മരിക്കുന്നതെങ്കിൽ അത്രയും ദിവസം വരെ ആ പൈസ എണ്ണാലോ എന്നുള്ള ഒരു തോന്നലാണ്. അതുകൊണ്ട് ഇന്നലിൽ മാലിൽ അററാറ, സമ്പത്തിനൊരു വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, ഉപദ്രവമുണ്ട്. കളറാറത്തിൽ ഖംരി, അത് കള്ളിന്റെ ഉപദ്രവം പോലെയാണ്. കള്ളു മനുഷ്യന്റെ തലച്ചോറിനെ ബാധിക്കുന്ന പോലെ സമ്പത്ത് മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നതാണ്. നിങ്ങൾക്കറിയോ, മുസ്ലിം സമുദായം ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ ജയിച്ച് കീഴടക്കിയിട്ട് സമ്പത്തും ആഭരണങ്ങളുമെല്ലാം വാരി വെച്ചിരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. യുദ്ധം ചെയ്ത് പരിപൂർണമായ വിജയം. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തി. ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ കീഴ്പ്പെടുത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ടോ ആ വലിയ രാജ്യത്തിന്റെ കീഴ്പ്പെടുത്തിയതിന് പകരം കിട്ടിയ ആഭരണങ്ങള്, സ്വത്തുവകകളെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രിയപ്പെട്ട അണികളെ ചോദിച്ചു, എന്തിനാണ് പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് കരയുന്നത്? സന്തോഷിക്കേണ്ട ദിവസമല്ലേ? ഒരുപാട് സ്വത്ത് കിട്ടിയില്ലേ? ഒരുപാട് ആഭരണങ്ങൾ കിട്ടിയില്ലേ? ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലേ? ഈ സമുദായത്തെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലേ? അതുകൊണ്ട് അവിടെ എന്തിനാ കരയുന്നത്? സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടതാ, ലാ തഫ്തഹു ദുനിയാ അലാ അഹദ് ഇല്ലാ ലഖിയല്ലാഹു അസ്സ വജല്ല ബൈനഹുൽ അദാവത വൽ ബഗ്ളാ ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു ഒരാൾക്ക് ദുനിയാവിന്റെ സുഖവും സ്വത്തും ആഭരണങ്ങളും ആഡംബരങ്ങളും സ്വത്തുക്കളും അല്ലാഹു തുറന്നു കൊടുത്താൽ, അല്ലാഹു പണവും സമ്പാദ്യവും എല്ലാം ഇങ്ങനെ തുറന്നു കൊടുത്താൽ, അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞുവത്രേ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് പരസ്പരം ശത്രുതയുണ്ടാക്കാൻ ആ പണം ഒരു കാരണമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാൻ പേടിച്ചു പോകുന്നു, ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു. ഈ ആഭരണത്തിന്റെ പേരില്, ഈ പണത്തിന്റെ പേരില് അല്ലാഹു പടച്ച തമ്പുരാൻ നമുക്കിടയിൽ ശത്രുത തന്നാലോ, നമുക്കിടയിൽ അല്ലാഹു വെറുപ്പ് തന്നാലോ, നമുക്കിടയിൽ അല്ലാഹു തർക്കം തന്നാലോ ഞാൻ പേടിച്ചു പോകുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ അസൂയയും വഴക്കും ബഹളവും ഉണ്ടാകുന്നത് എങ്ങനെയാ? പരസ്പരം ഒരു സഹോദരൻ വീട് വെച്ചു, അവനേക്കാൾ വലിയ വീട് ഇക്ക വെച്ചാൽ ഇക്കയോട് അനുജൻ ഉടക്കും, പാല് കാച്ചിന് പോവില്ല, വീട് താമസമാകുന്നതിന് പോവില്ല. എന്തുകൊണ്ടാണ്? പണം അധികരിച്ചത് കൊണ്ട്, സ്വത്ത് അധികരിച്ചത് കൊണ്ട്, സ്വത്ത് വകകൾ അധികമായത് കൊണ്ട്. പ്രിയമുള്ള സഹോദര, അവനെ കൊണ്ട് ഒരിക്കലും സാധിക്കൂല. അവന്റെ ജീവിതത്തിൽ അല്ലാഹു പടച്ച തമ്പുരാൻ കൊടുത്ത പണം അധികരിച്ചതിന്റെ പേരില് പരസ്പരം കൂടപ്പുറപ്പുകൾ
തമ്മിൽ അസൂയ വെച്ചുകൊണ്ട് അക്രമം പുലർത്തിയിട്ട് എന്തിനേറെ കൂട്ടുകാരന്റെ കഴുത്തറുക്കാൻ വരെ സഹോദരിയുടെ കല്യാണത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കഴുത്തറുത്തിട്ട് താടിച്ചരട് പൊട്ടിച്ചു കൊണ്ടുപോരാ കൂടപ്പുറപ്പിന്റെ കരപത്രത്തിലൂടെ വായിച്ച പ്രിയപ്പെട്ട സഹോദര സ്വത്തെഴുതി കൊടുക്കൂലാന്ന് പറഞ്ഞ പ്രിയപ്പെട്ട അച്ഛന്റെ ശരീരത്തിലൂടെ കാർച്ചട്ടിൽ കിടന്ന വാഹനം കയറ്റി ഇറക്കി പോര പൊന്നുമക്കളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണേ. ഇന്നലെ കൊല്ലു ഉമ്മത്തിന് ഫിത്ന വഫിത്നത്തു ഉമ്മത്തി അൽമാൽ. എല്ലാ സമുദായത്തിനും അല്ലാഹു ഫിത്ന കൊടുത്തിട്ടുണ്ട്, പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. എന്റെ സമുദായത്തിന് അല്ലാഹു കൊടുത്ത പരീക്ഷണം അത് സമ്പത്താണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ള സഹോദര ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പ് ഭാര്യ കൂട്ടി വെച്ചിരിക്കുന്ന അനേകായിരം സമ്പത്ത് കൊണ്ടുകൊണ്ട് ആഭരണം കണ്ടുകൊണ്ട് കണ്ണുനീരോടെ പറയുന്ന സഹാബ, ഈ സമ്പത്ത് നോക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾക്ക് ഇടയിൽ പരസ്പരം തർക്കമുണ്ടാക്കാ, പരസ്പരം ലഹളയുണ്ടാക്കാ, പരസ്പരം കോപമുണ്ടാക്കാ, പരസ്പരം അടിയുണ്ടാക്കാ, പരസ്പരം ബഹളമുണ്ടാക്കാ. ഓ സമ്പത്തൊരു കാരണമാകുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഓർത്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു പോരെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഹറാമായ രീതിയിലൂടെയുള്ള പണം സമ്പാദിച്ചാൽ അത് മനുഷ്യനെ നശിപ്പിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മനിസ്തറ സൗബം ബി അശറത്തി ദറാഹിമ. ഒരാൾ ഒരു വസ്തു വാങ്ങിച്ചു, ഒരു വസ്ത്രം വാങ്ങിച്ചു, ബി അശറത്തി ദറാഹിമ, 10 ദിർഹമിന് പകരം. ഒരു ഷാള് വാങ്ങി, ഒരു ഷർട്ട് വാങ്ങി, ഒരു മുണ്ട് വാങ്ങി, പെരുന്നാളിനിടാൻ വേണ്ടി കടയിൽ പോയി വാങ്ങിയത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഫീഹി ദിർഹമുൻ ഹറാം, അതിൽ 1 ദിർഹം ഹറാമാണ്. 50 രൂപയ്ക്ക് വാങ്ങിയ സാധനം, 500 രൂപയ്ക്ക് വാങ്ങിയ സാധനം, 100 രൂപ ഹറാമാണ്. 400 രൂപ അവൻ ഹലാലായി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. പക്ഷെ 100 രൂപ ഒരു സഹോദരന്റെ നിന്ന് വഞ്ചിച്ച് കച്ചവടം ചെയ്തുണ്ടാക്കിയതാ. ഈ 500 രൂപയ്ക്ക് അവൻ ഡ്രസ്സ് വാങ്ങി ധരിച്ചുകൊണ്ട് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളി വന്നു. വെള്ളിയാഴ്ച പള്ളി വന്ന് നിസ്കരിക്കാൻ വേണ്ടി വന്നു നിന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലം യഖ്ബലുല്ലാഹു ലഹു സ്വലാത്ത. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവൻ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കൂല. ഹറാമായ 1 ദിർഹമേ അതിലുള്ളൂ, ബാക്കിയൊക്കെ ഹലാലായ കാശ. എന്നാലും അതുകൊണ്ട് ധരിച്ച വസ്ത്രത്തിൽ ധരിച്ച നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പർദ്ദ വാങ്ങുന്നു, 1500 രൂപ കച്ചവടക്കാര് പറഞ്ഞു. നിങ്ങൾ പോയിട്ട് വില പറഞ്ഞ് 900 രൂപയ്ക്ക് വാങ്ങി വരുമ്പോ കച്ചവടക്കാരൻ പറഞ്ഞു, നീ ഒന്നും ഗുണം പിടിക്കൂലടാ, എന്നിട്ട് പൊതിഞ്ഞു തരികയാണ്. ആ വസ്ത്രം നമുക്ക് ഹലാലല്ല. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് എളുപ്പമാണ് ഹറാമായ പണമുണ്ടാക്കാ. പക്ഷെ ഹറാമായ പണം കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. സർവ്വവിധമായ ഇബാദത്തുകളും പൊളിഞ്ഞു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പ് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ യജഅലനി മുസ്തജാബ ദഅവാത്. ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരാളായി എനിക്ക് മാറണം. അതിനുവേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്യാം. എപ്പോഴും ദുആ ചെയ്താലും ആ ദുആ അല്ലാഹ് സ്വീകരിക്കണം. അങ്ങനെയുള്ള ഒരാളാവാൻ വേണ്ടി നബി അവിടുന്ന് ദുആ ചെയ്യണം. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ദുആ സ്വീകരിക്കുന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേന്ന് ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെട്ട ആളാവാനല്ല. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിനോട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കണ്ണുനീരോടെ പ്രവാചകനോട് പറഞ്ഞു, അയ്യജഅലനി മുസ്തജാബ ദഅവാത്. അല്ലാഹു ദുആ സ്വീകരിക്കപ്പെടുന്ന ആളായി മാറാൻ അവിടുന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരേ ഒരു നിബന്ധന എന്തെന്നറിയോ? എംഎസിന്റെ പരിപാടിക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ, ഉസ്താദ് ബാക്കവി ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ, ഹുസൈൻ ഫാദിൽ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ,
ഞാനും നിങ്ങളും വീട്ടിന്റെ അകത്ത് പോയി നിസ്കരിച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിലിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാനോട് കണ്ണുനീരോടെ കൈ ഉയർത്തിയിട്ട് ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കാൻ ഒരൊറ്റ നിബന്ധനയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത്. അത്തിബ് മത്അമക, എന്റെ സഅദേ നിന്റെ ഭക്ഷണം നീ നന്നാക്കുക, ഭക്ഷണം നീ നന്നാക്കുക. നമ്മൾ ഭക്ഷണം നന്നാക്കുന്നല്ലോ. തവാഫ് ചെയ്യണ കോഴി കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ടോ? തവാഫ് ചെയ്യണ കോഴി എന്ന് പറഞ്ഞാൽ കമ്പിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണ കോഴി. ഉമ്മാമാർക്ക് വരെ അത് മതിയല്ലോ. നമ്മളിന്ന് ഏറ്റവും അധികം ഇപ്പൊ ഗൾഫിൽ പോയിട്ട് ആദ്യമായിട്ട് ഷവർമ കഴിച്ച ഒരു കൂട്ടുകാരൻ പറഞ്ഞു വന്നാ, കഴിച്ചു കയറുന്നപ്പോ മറ്റും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നടാ? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ പേപ്പർ തിന്നാൻ മാത്രം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് കഴിക്കല്ലേ, മൂപ്പർക്ക് അറിഞ്ഞൂടാ തുലിച്ചാ കഴിക്കേണ്ടത്. അപ്പൊ അത്തിബ് മത്തഴമക്ക, ഭക്ഷണം നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ഭക്ഷണം മൂടി പിടിപ്പിച്ച ഭക്ഷണങ്ങളല്ലേ, അത് നല്ലതാണ്. പക്ഷേ അതല്ല റസൂലുള്ള പറഞ്ഞതല്ല. ഭക്ഷണം നന്നാക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഹറാമില്ലാത്ത ഭക്ഷണം കഴിച്ചാ ഏത് വാക്കവി ദുആ ചെയ്താലും, ഏത് ചെറുപ്പക്കാരൻ ആമീൻ പറഞ്ഞാലും, ഏത് പാവപ്പെട്ടവൻ ദുആ ചെയ്താലും ആ ദുആയിൽ അല്ലാഹുവിന്റെ മുന്നാമാറ സമ്പാദ്യമുണ്ടല്ലോ. ഒരു രൂപ പോലും നമ്മുടെ ഭക്ഷണത്തിൽ കലർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. എന്തുമാത്രം ദുആ നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുന്നു. അല്ലാഹുവേ, ഓച്ചിറയിലെ എംഎസിന്റെ അൻസാറുൽ മുസ്ലിമീന്റെ പാവപ്പെട്ട മക്കള് സംഘടിപ്പിച്ച ഈ അനുഗ്രഹീതമായ പരിപാടിക്ക് നിറഞ്ഞു കവിഞ്ഞ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിന്റെ നന്മ കൊണ്ട്, അവര് ചെല്ലുന്ന സലാത്തിന്റെ പവർ കൊണ്ട്, അവര് നിറകണ്ണുകളോടെ പറയുന്ന ആമീന്റെ പുരുഷ കൊണ്ട് ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ കണ്ണുനീരോടെ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഒരു രംഗമുണ്ടല്ലോ. ബഹുമാനപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, എനിക്ക് അല്ലാഹു പണം തന്നതുപോലെയല്ല, ഓച്ചിറയിലുള്ള നിങ്ങൾക്ക് അല്ലാഹു പണം തന്നതുപോലെയല്ല, ഒരുപാട് സമ്പാദ്യം അല്ലാഹു കൊടുത്തുപോയ മഹാനാണ്. ഏറ്റവും വില കൂടിയ വസ്ത്രമാണ് മിസ്അബ് ധരിച്ചിരുന്നത്, ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധമാണ് മിസ്അബ് പൂശിയിരുന്നത്, ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണമാണ് മിസ്അബ് കഴിച്ചിരുന്നത്. ആ ബഹുമാനപ്പെട്ട മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങള് ഛിന്ന ഭിന്നമായി ചിതറിക്കിടക്കുമ്പോ ലോകത്തിന്റെ നായകൻ മണിദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം നോക്കിയിട്ട് പറഞ്ഞ വാക്ക്, അൻസാറുൽ മുസ്ലിമീന്റെ പരിപാടിക്ക് വന്ന പാവപ്പെട്ട പോക്കറ്റിന്റെ അകത്ത് 1000ന്റെ നോട്ടിരിക്കുന്ന ചെറുപ്പക്കാര് പഠിക്കണേ, വില കൂടിയ വാഹനത്തിന്റെ അകത്ത് സഞ്ചരിക്കാൻ അല്ലാഹു ഭാഗ്യം തന്ന ഈ നാട്ടിലുള്ള ചെറുപ്പക്കാര് പഠിക്കണേ, വീട്ടിന്റെ അകത്ത് സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കിയിട്ട് കാത്തിരിക്കുന്ന ഭാര്യയെ തന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പഠിക്കണേ. അല്ലാഹുവിന്റെ റസൂല് ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ രക്തത്തിൽ കുളിച്ച് ചിതറിക്കിടക്കുന്ന മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം നോക്കിയിട്ട് കണ്ണുനീരോടെ പറയുകയാ, ലഖദ് റഅയ്തു ബിമക്ക, മിസ്അബേ നിന്നെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് എന്താ, വമാ ബിഹാ റഖുല്ലാ, നീ ധരിക്കുന്ന പോലെ മിനുസമുള്ള വസ്ത്രം ധരിച്ച ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല മിസ്അബേ. അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, മിസ്അബേ നീ ധരിച്ചതുപോലെ തിളങ്ങുന്ന വസ്ത്രം ധരിച്ച ഒരാളെയും ഞാൻ മക്കയിൽ കണ്ടിട്ടില്ല. വലാ അഹ്സനു ലിംബത്തൻ മിങ്ക, നിന്നെക്കാളും നല്ല ഭംഗിയുള്ള മുടിയുടെ കൊഴുപ്പുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ച നിന്നെ പോലെ ഒരാളെ കണ്ടിട്ടില്ല മിസ്അബേ. നിന്നെ പോലെ വസ്ത്രം ധരിച്ച ഒരാളെ കണ്ടിട്ടില്ല മിസ്അബേ. നിന്നെ പോലെ ഭംഗിയുണ്ടായിരുന്ന ഒരാളെ കണ്ടിട്ടില്ല മിസ്അബേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ മിസ്അബായ നീയാണോ ഇന്ന് തുന്നിപ്പിടിപ്പിക്കപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി പട്ടിണി കിടന്നുകൊണ്ട് ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശരീരം കൊടുത്തത് മിസ്അബേ. ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ച മിസ്അബേ
മിസ്അബേ, ഏറ്റവും വില കൂടിയ ഭക്ഷണം കഴിച്ച മിസ്അബേ, ഏറ്റവും വില കൂടിയ സുഗന്ധം പുരട്ടിയ മിസ്അബേ, മുടി ജട പിടിച്ചതുപോലെ തുന്നിപ്പിടിപ്പിക്കപ്പെട്ട വസ്ത്രവും ധരിച്ചുകൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാന് വേണ്ടി ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ ശരീരങ്ങളെ കഷ്ടിക്കപ്പെട്ട ആ മിസ്അബാടോ നീ എന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തിന്റെ മാണിക്യമുത്ത് പൊട്ടിക്കരഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹു പണം തന്നത് മനഃപൂർവ്വമാണ്. ഓച്ചറയിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അറിയാതെ തന്നുപോയതല്ല. നിനക്കല്ലാഹു പണം തന്നത് മനഃപൂർവ്വമാണ്. നിനക്കല്ലാഹു 10,000 തന്നത്, 10 ലക്ഷം തന്നത്, നിന്റെ ഭാര്യക്ക് കഴുത്തിലും കൈകാലുകളിലും അല്ലാഹു ലക്ഷക്കണക്കായി രൂപയുടെ ആഭരണം തന്നത് അല്ലാഹു പടച്ചതമ്പുരാ മനഃപൂർവ്വം തന്നതാ. എന്തിനെന്നറിയുമോ? നീ അതെങ്ങനെ ചിലവഴിക്കുന്നു, നീ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ പറയും, ഉസ്താദേ നമ്മൾ ഹറാമിലൂടെയാണ് സമ്പാദിക്കുന്നതെങ്കിലും കുറെയൊക്കെ നമ്മൾ സ്വതക്ക ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ കരുനാഗപ്പള്ളി പ്രസംഗിക്കാൻ വന്നപ്പോ 10,000 രൂപ ഞാനാ കൊടുത്തത്. പക്ഷെ ഞാൻ അവിടുത്തെ പലിശക്കാരനാണ്. എനിക്കതിൽ നിന്ന് ഒഴിവാകാൻ പറ്റൂല ഉസ്താദെ. അതുകൊണ്ട് യത്തീംഖാനയ്ക്ക് 10,000 രൂപ കൊടുത്തത് കൊണ്ട് അല്ല എനിക്ക് പുറത്തു തരൂലേ എന്ന് സമാധാനിക്കുന്ന ചില സഹോദരങ്ങൾ, ഭാര്യമാര് പോലും ഗൾഫിൽ കഴിയുന്ന ഭർത്താക്കന്മാരോട് പറയൂലേ, ഏതെങ്കിലും ഒരു അറബിയെ കൊണ്ട് യത്തീംഖാനാക്കിയിട്ട് ഉള്ളതെല്ലാം അവിടെ ഭാര്യ എടുത്തുകൊണ്ട് വരിയും വെച്ചാ നമുക്ക് പള്ളി ദുആ ചെയ്യാൻ പൈസ കൊടുത്ത് കരഞ്ഞുകൊണ്ട് ഖത്തീബ് ദുആ ചെയ്യുമ്പോൾ അതൊക്കെ അല്ല പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതികതയോട് താല്പര്യമുള്ള ചില സഹോദരിമാര് പറയുമ്പോ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഗൾഫുകാര് അതുപോലെ ഹറാമ് ചെയ്തുകൊണ്ടല്ല പുറത്തു തരുമെന്ന് ചിന്തിച്ച അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പാപത്തിലൂടെ ആരെങ്കിലും പണമുണ്ടാക്കിയ, പലിശയിലൂടെ, ഹറാമിലൂടെ, വഞ്ചനയിലൂടെ, ചതിയിലൂടെ, കള്ളത്തിലൂടെ, മോഷണത്തിലൂടെ, അക്രമത്തിലൂടെ, അനാചാരത്തിലൂടെ ആരെങ്കിലും പണമുണ്ടാക്കിയ ആ പണം കൊണ്ടവൻ കുടുംബബന്ധം ചേർക്കുകയാണ്. ആ പണം ഉണ്ടാക്കിയിട്ട് വിദേശ രാജ്യത്ത് പോയി ഒരുപാട് പേരെ പറ്റിച്ചും വഞ്ചിച്ചും തട്ടിച്ചും പണം ഉണ്ടാക്കി എന്നിട്ട് നാട്ടിൽ വന്നിട്ട് പിണങ്ങിയിരിക്കുന്ന സഹോദരിക്ക് 10,000 രൂപ. ആ സഹോദരി പറയും, എന്റെ ഇക്ക ഗൾഫിൽ പോയത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അള്ളാഹു ഇനി സമ്പത്ത് കൊടുക്കട്ടെ. വീണ്ടും പോകും ഓട്ടിക്കും, വീണ്ടും കൊണ്ടുവരും, ഇവർക്ക് കൊടുക്കും, വീണ്ടും പോകും ഓട്ടിക്കും, കൊണ്ടുവരും, കൊടുക്കും. ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ മനസ്സറിയുന്ന പ്രവാചകർ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒന്നെങ്കിൽ കുടുംബബന്ധം ചേർത്തു, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്തു, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തു, ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ജുമിഅദാലിക കുല്ലുഹു ജമിയാ, അതെല്ലാം അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ട് ഫഖുദിഫ ബിഹി ജഹന്നമ, നരകത്തിലേക്ക് അവനെ തലകീടായി വലിച്ചെറിയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹറാമായ പണമുണ്ട്, തീങ്ങാനൊക്കെ ഞാൻ കൊടുത്തു, പാവപ്പെട്ടവർക്ക് കൊടുത്തു എന്ന് പറയുമ്പോ അല്ലാഹു ഹറാമായ പണത്തിന് എനിക്ക് വിട്ടുവീഴ്ച തരുമെന്ന് ചിന്തിക്കുന്ന സമ്പന്ന വർഗമുണ്ടെങ്കിലും പഠിച്ചോ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഖുദിഫ ബിഹി ജഹന്നം, അവൻ അല്ലാഹു നരകം ഒരല്പവും കുറച്ചു കൊടുക്കൂല, കാര്യമായിട്ട് തന്നെ നരകം കൊടുക്കും. ഇനി എങ്ങനെ ചിലവഴിക്കണം സമ്പത്ത്? പണമുണ്ടാക്കിയാ മാത്രം പോരല്ലോ, എങ്ങനെയാ പണം ചിലവഴിക്കേണ്ടത്? ചോദിക്കുന്നതിനൊക്കെ വാരി വലിച്ചു കൊടുക്കാനും പാടില്ല. അർഹതപ്പെട്ടതിന്, കാര്യമായതിന്, ആവശ്യമുള്ളതുപോലെ പണം ചെലവഴിക്കാനുള്ള ഒരു മനസ്സിന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എങ്ങനെ പണമുണ്ടാക്കണം എന്നത് കഴിഞ്ഞു, ഇനി എങ്ങനെ ചിലവഴിക്കണമെന്നതാണ്. എങ്ങനെ ചിലവഴിക്കണം നമ്മൾ? ധാരാളം പണമുണ്ട്. നമുക്ക് ചില സഹോദരങ്ങൾക്ക് അറിയില്ല പണം എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത് എന്നറിയില്ല, എവിടെയാണ് ഈ പണം കൊടുക്കേണ്ടതെന്ന് അറിയില്ല, ആർക്കാണ് ഈ പണം കൊടുക്കേണ്ടതെന്ന് അറിയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, കാശുകാരെല്ലാവരും മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് RCCയിൽ പോകുന്നത് നല്ലതാണ്. ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ല, രോഗികളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകണം. ചില സഹോദരിമാരുണ്ടല്ലോ, വെള്ളിയാഴ്ച തിരുവനന്തപുരം സിറ്റികളുടെ പള്ളികളുടെ മുമ്പ് വന്നിരുന്നിട്ട് ഷാള് വിരിച്ചിട്ട് അവിടെ ഇരിക്കും. നിസ്കാരം കഴിഞ്ഞിറങ്ങി പോകുന്നവനിട്ട് കൊടുക്കുന്ന 2 രൂപയുടെ തൊട്ടുകൾ പറക്കിയെടുത്ത് RCCയിലേക്ക് ഓടി വന്നിട്ട് 10,000 രൂപ അടക്കേണ്ടുന്ന മരുന്ന് ഷോപ്പിൽ പോയിട്ട്
1000 രൂപ അടച്ചിട്ട് ബാക്കി വൈകുന്നേരം 4 മണിക്ക് തരാമെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ മരുന്നിന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, അത്തരം അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അർഹതപ്പെട്ട രീതിയിൽ ആരെങ്കിലും പണം സമ്പാദിച്ചാൽ ഈ ബാരിക്കുലഹു, അതിലല്ലാഹു ബറക്കത്ത് ചെയ്യുന്നതാ, അതിലല്ലാഹു ബറക്കത്ത് ചെയ്യുന്നതാ. വിദേശ രാജ്യത്ത് ആരെയും വഞ്ചിക്കാതെ, ആരെയും പറ്റിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ട് പണം സമ്പാദിച്ച ആ പണം എംഎസിന്റെ പാവപ്പെട്ട മക്കളെ കെട്ടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഗൾഫുകാരുണ്ട്. അല്ലാഹുവേ, ആ പാവപ്പെട്ട ഗൾഫുകാരുടെ സമ്പത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരുപാട് പേര് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അൻസാറുൽ മുസ്ലിമീന്റെ പ്രവർത്തകരെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ എല്ലാവരും ഓരോ വർഷവും 10,000 രൂപ അതിലിടലാണ് അവരുടെ അഡ്മിഷൻ ഫീസ്. എനിക്ക് അൻസാറുൽ മുസ്ലിമീൻ പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം മുസ്ലിയാരെ പേരെന്തെന്നല്ല ചോദിക്കുക, ആദ്യം 10,000 രൂപ തരാനാ പറയാ. ആദ്യം അവരിൽ നിന്ന് പണം ഇറക്കിയെങ്കിലേ എന്തുണ്ടാവുള്ളൂ, ആ പരിപാടിക്ക് കഷ്ടപ്പെടാൻ ഒരു മനസ്സ് വരുള്ളൂ. കസേരയിട്ടുകൊണ്ട് കാലുമേട്ട് ഒപ്പിടാൻ ഒരു സെക്രട്ടറി ആണെങ്കിൽ ഇഷ്ടംപോലെ സെക്രട്ടറിമാരുണ്ട്. അതുകൊണ്ടാണ് പള്ളികളിൽ ഇലക്ഷൻ അധികരിക്കുന്നത്. കമ്മിറ്റിയിൽ നിൽക്കണമെങ്കിൽ 50,000 രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞാൽ ഒരാളും ലോകത്ത് സെക്രട്ടറി ആവൂല, ഒരാളും ലോകത്ത് പ്രസിഡന്റ് ആവൂല, ഒരാളും എന്റെ പ്രിയമുള്ളവരെ ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തൂല. എന്നതുകൊണ്ടല്ലേ പണം കൂടുമ്പോഴാണ് അടിയുണ്ടാവുന്നത് ചെലവഴിക്കുന്ന വിഷയത്തിൽ. ചില സ്ഥലത്തൊക്കെ 5-6 ചെറുപ്പക്കാര് കൂടിയിട്ട് പറയും, ബാക്കവി അല്ലെങ്കിൽ കാഞ്ഞാറുസ്താറെ ആരെങ്കിലും ഒന്ന് വരണം, 2 ദിവസത്തെ പരിപാടി വെക്കണം, പാവപ്പെട്ടവരെ കെട്ടിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡേറ്റൊക്കെ വായിക്കും. എന്നിട്ട് വലിയ നോട്ടീസും പോസ്റ്ററും ഒക്കെ അടിക്കുമ്പോ തന്നെ ആൾക്കാർ പറയും, ഉഷാദ് ബാക്കവിയാണോ വരണത്, സുന്നിയല്ല, സുന്നത്ത് ജമാഅത്തല്ല, വെറുതെ അതും ഇതൊക്കെ പറഞ്ഞ് നാട് നശിപ്പിക്കും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞൊക്കെ ഫിത്തിനെ ഫസാദൊക്കെ പറയും. അവസാനം കാഞ്ഞാറ് ബാക്കവിയാണോ പറഞ്ഞത്, ഔലികാരനാണ്, EP ഉസ്താദാണ് പറഞ്ഞത്, അയാൾ ശരിയല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞ് ആരെ കുറിച്ചാണെങ്കിലും പറയും, ഹുസൈൻ ഫാദിൽ ഉസ്താദിനെ കുറിച്ചാണെങ്കിലും പറയും. പക്ഷെ ഷർട്ടൊന്ന് മാറ്റിയിടണം, അതെനിക്ക് എന്നിട്ട് ഇത് വിട്ടുണ്ടെങ്കിൽ വടക്കോട്ട് പോയാൽ മതി, ഔലികാരനാന്ന് പറയും. വല്ലാഹി പറയും, പ്രസംഗം എന്തെന്നല്ല നോക്കുന്നത്, വേഷം എന്തെന്ന് നോക്കും. ജുബ്ബയാണെങ്കിൽ തീർന്നു, ഖത്തം ഹോവയാ, പിന്നെ ജീവിക്കാൻ പറ്റൂല, പിന്നെ ഞാൻ തലയെ കെട്ടാത്തതുകൊണ്ട് കെട്ടറിയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇന്നത്തെ അവസ്ഥ ഏതാ പ്രിയമുള്ളവരെ. അള്ളാഹു പടച്ച തമ്പുരാൻ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മരിക്കുന്നത് വരെ ജീവിക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഒരു സങ്കടം കൂടി ഞാൻ ഇതിനിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ ഉറുക്കാൻ കടകളിലും ചായക്കടകളിലും ചാരായക്കടകളിലും അള്ളാന്റെ ഹബീബാണ് ചർച്ച. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പുന്നാര നബി തങ്ങളുടെ ശരീരം മണ്ണിനടിയിൽ ചീഞ്ഞളിഞ്ഞു പോയി എന്ന് പറയുന്ന വൃത്തികെട്ടവര് വരെ നമ്മുടെ നാടുകളിൽ അഭിമാനത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരിക്കലും എൻ്റെ പ്രിയമുള്ള കൂട്ടുകാര് അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകരുത്. അള്ളാന്റെ റസൂലിന്റെ ശരീരം പോട്ടെ, മസ്ജിദുൻ നബവിയുടെ മണ്ണൊന്ന് മാന്തി നോക്കിയാൽ സഹാബത്തിന്റെ ശരീരത്ത് പോലും ചിതലും പുഴുവും ഉറുമ്പ് പോലും മരിച്ചിട്ടുണ്ടാവൂല, സഹാബത്തിന്റെ ശരീരം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പൊന്നാര ഹബീബിന്റെ ശരീരം പുഴുത്തെറിഞ്ഞു പോയെന്ന് പറയുന്നത്? റസൂലുള്ളാഹിയുടെ മുടിയും റസൂലുള്ളാഹിയുടെ നഖവും അള്ളാന്റെ ഹബീബിന്റെ ശരീരവും ബോഡി വേസ്റ്റും മാലിന്യവും എന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരിക്കലും മോശമായ ചർച്ചകളിൽ നമ്മൾ ആരും ഉൾപ്പെടരുത്. ഏത് സംഘടനയിലും നിങ്ങൾ പ്രവർത്തിച്ചു, പക്ഷേ അള്ളാന്റെ ഹബീബിനെ കുറിച്ച് മോശത്തരം പറയാനുള്ള അർഹത എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ഈ പാവപ്പെട്ട നമ്മുടെ നാവിനില്ല. ഒരിക്കലും ചർച്ച ചെയ്യരുത്. ആ ചർച്ച നമുക്ക് വേണ്ട. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മരിക്കുന്നത് വരെ അള്ളാന്റെ ഹബീബിന്റെ മുഖം കണ്ടു മരിക്കാനുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുക, അത് മാത്രം തിരഞ്ഞെടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ റസൂലായ പ്രവാചകർ പറയുകയാണ്, അർഹതപ്പെട്ട രീതിയിൽ ആരെങ്കിലും പണമുണ്ടാക്കിയാൽ അവനാ പണത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കുന്നതാ. പണം
പെട്ടെന്ന് വരുമ്പോഴാണ് ചർച്ച കൂടുക. 3-4 കുട്ടികൾ അങ്ങനെ മതപ്രസംഗം വെച്ച് ഒരുപാട് പൈസയൊക്കെ ആകുമ്പോ പള്ളി കമ്മിറ്റിക്കാർ വരും, നാട്ടുകാർ വരും, പാപ്പമാരെ എതിർത്തവരൊക്കെ വരും. മക്കളെ നമുക്കൊരു യോഗം ചേർന്നിട്ട് അത് എങ്ങനെ ചെലവഴിക്കണം എന്ന് ആലോചിക്കാം. മക്കൾ പറയും, വാദം നടത്താൻ നേരത്ത് നിങ്ങൾ ആരും കണ്ടില്ലല്ലോ, പൈസ വന്നപ്പോ ഇപ്പൊ മരിക്കാൻ കിടക്കണവരൊക്കെ എണീച്ച് വരികയാണല്ലോ എന്ന് ചോദിക്കുന്ന കാര്യം എല്ലായിടത്തും അതാ. പണമില്ലാത്ത ഫണ്ടുണ്ടെങ്കിൽ ആ പള്ളിയിൽ കമ്മിറ്റിക്കാരില്ല, ആ സംഘടനയിൽ ആളില്ല. ഒരു സ്ഥലത്തും അങ്ങനെ പണമില്ലെങ്കിൽ ആളില്ല. നിങ്ങൾ പോലും നിങ്ങൾ ഓച്ചിറയിൽ 1 രൂപ കൈയെടുക്കാനില്ലാത്ത പാവപ്പെട്ടവനാണെങ്കിൽ നിങ്ങളെ കണ്ടാൽ സലാം പറയുന്നവര് വരെ കുറവാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പാവപ്പെട്ടവരെ ഒരിക്കലും അവഗണിക്കരുത്. പണം അല്ലാഹുവാണ് തരുന്നത്. പോക്കറ്റിന്റെ അകത്ത് 1000ന്റെ നോട്ട് കെട്ടുള്ളവരോട് മാത്രം സലാം പറയുന്ന സമ്പന്ന വർഗത്തിനോട് പ്രത്യേകമുള്ള താല്പര്യം എന്റെ സഹോദരങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പൊന്നാര നബി തങ്ങൾ പറയുന്ന അർഹതയില്ലാത്ത രീതിയിൽ ആരെങ്കിലും പണം സമ്പാദിച്ചു പോരാ, അവന്റെ ഉദാഹരണം പൊന്നാര നബി തങ്ങൾ പറയുന്നു, വയറ് നിറച്ച് കഴിച്ചിട്ടും വയറ് നിറക്കാത്തവനെ പോലെയാണ്. ഹറാമായ രീതിയിലൂടെ പണം സമ്പാദിക്കുന്നവന്റെ ഉദാഹരണം, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും, എന്നാലും അവന്റെ വയറ് നിറയുകയില്ല. അതാണ് ഒരുപാട് പണമുണ്ടായിട്ടും സമാധാനമില്ല, ഒരുപാട് സുഖമുണ്ടായിട്ടും സമാധാനമില്ല. ഖുർആൻ പറയുന്നു, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അല്ലാഹു പറയുകയാണ്, ഏറ്റവും മോശമായ നാശം കൊടുത്തുകൊണ്ട്, ഏറ്റവും മോശമായ നരകം കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നു, അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. പണം ഒരുമിച്ച് കൂട്ടുന്നവരും എല്ലാ ദിവസവും അതിനെ എണ്ണി നോക്കുന്നവരും നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയാം. ഒരുമിച്ച് കൂട്ടുന്നവരും എണ്ണി നോക്കുന്നത് പല രീതിയിലാ. ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ പറയുന്നത് എത്ര രൂപയെന്നാ? 1 രൂപയെന്നാ. കച്ചവടം നടന്നോടാ, പോരാ 5-6 രൂപയുടെ കച്ചവടം നടന്നു എന്ന് പറഞ്ഞാൽ 5-6 ഗുണവയുടെ കച്ചവടം അല്ല നടന്നത്, 6 ലക്ഷം രൂപയുടെ ബിസിനസ്സാ നടന്നത്. പണ്ട് കാലത്തുള്ളവർ അങ്ങനെ പറയൂല. ഇന്ന് കാശ് കൂടിയപ്പോ 1 ലക്ഷം രൂപ പണ്ടുള്ള 1 രൂപയുടെ സ്ഥാനത്താണ്. അതുകൊണ്ടാണ് എത്ര രൂപ കിട്ടിയടാ? 10 രൂപ കിട്ടിയടാ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ കിട്ടിയെന്ന, 10 ലക്ഷം രൂപ കിട്ടിയെന്ന. പിന്നെ നോട്ടിനെ നമ്മൾ എണ്ണുന്നതോ താവ്, തോവ്, തിലു, തട്ടല്, തടവല്, നുണക്കല്, വലിക്കല്, തുടിക്കല്, പൈസ എണ്ണിട്ടില്ലേ? ഇതുപോലും തെറ്റാ, ഇങ്ങനെ എണ്ണാൻ പാടില്ല. നമ്മളെന്താ കരുതിയത് കോഡ് ഭാഷ എന്നാ പറയാ. ഓച്ചിറയിൽ ഒരുപാട് കോഡ് ഭാഷ ഉണ്ട്, എനിക്കറിയാം. താളനും താളി എന്തോ ഓച്ചിറ സ്പെഷ്യലായ കുറച്ച് വാക്കുകളുണ്ട്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഓച്ചിറ ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക. വെട്ടി വെയിലത്ത് വെക്കലും അങ്ങനെ ഇവിടെ കുറെ പ്രത്യേക ഡയലോഗുകളുണ്ട്. അള്ളാഹു പടച്ചതമ്പുരാൻ ഈ അൻസാറുൽ മുസ്ലിമീൻ സാധു സംഘം പോലെ ഓച്ചിറയുടെ പ്രദേശങ്ങളിൽ നിറഞ്ഞു കവിയുന്ന മനസ്സിൽ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള പ്രവർത്തകർ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഒരു പാവപ്പെട്ടവൻ മുമ്പ് നിന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ കണ്ണുനീര് കണ്ടിട്ട് പെട്ടെന്ന് കൂട്ടുകാരെ ഒന്ന് ഫോൺ വിളിച്ചു പറഞ്ഞിട്ട്, നീ 100 ഇട്, ഞാൻ 500 ഇടാം എന്ന് പറഞ്ഞ് പൈസ വിരിച്ചിട്ട് പലിശക്കെടുക്കാൻ പോകുന്നവന്റെ കയ്യിൽ കാശ് കൊണ്ട് കൊടുത്തിട്ട് ഇതിരിക്കട്ടെ എന്ന് പറയാനുള്ള മനസ്സ് ഈ കാലഘട്ടത്തിൽ 100 രൂപയ്ക്ക് വേണ്ടി ഉമ്മയെ കൊല്ലുന്ന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ചെറുപ്പക്കാർക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് വളർന്നു വരണം. കഴിഞ്ഞ വർഷം 4 മക്കളെയാണ് കെട്ടിച്ചു വിട്ടതെങ്കിൽ ഇപ്രാവശ്യം അത് 5 മക്കളായി മാറണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത വർഷം അത് 10 മക്കളായി മാറണം. നിനക്കറിയോ എവിടെന്നാണ് സാറ് ഇത്രത്തോളം പാവപ്പെട്ടവര് നമ്മുടെ നാട്ടിലെന്ന് ചോദിച്ചാൽ, ഓരോ വർഷവും അൻസാറുൽ മുസ്ലിമീന്റെ പ്രവർത്തകർക്ക് വരുന്ന അപേക്ഷകള് 10ഉം 15ഉം 20ഉം അപേക്ഷകളാണ്. ഒരു സഹോദരൻ പറഞ്ഞതാ, കഴിഞ്ഞ വർഷത്തെ നിക്കാഹിന് വേണ്ടി ഒരു വീട്ടിൽ അന്വേഷിക്കാൻ വേണ്ടി ചെന്നതാ. 6 അപേക്ഷ കൊടുത്താലും അൻസാറുൽ മുസ്ലിമീന്റെ മക്കള് പൈസ കൊടുക്കൂല. പിന്നെ എന്ത് ചെയ്യും? ആ പേരും അഡ്രസ്സും നോക്കിയിട്ട് അവർ അന്വേഷിക്കാൻ പോകും. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ പാവപ്പെട്ട കുടിലിന്റെ അവസ്ഥ കണ്ടപ്പോ, ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അവസ്ഥ കണ്ടപ്പോ പിന്നെ അന്വേഷിക്കാൻ പോലും മനസ്സ് വന്നില്ല. ആ
സമയത്ത് തന്നെ ഉറപ്പിച്ചുകൊണ്ട് മടങ്ങി വന്നുപോയി. ഇങ്ങനെ നൂറുകണക്കാറ് ഭവനങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തുമുണ്ട് സഹോദരാ. പൊന്നുമോളെ കെട്ടിക്കുമ്പോ 100 കിലോ സ്വർണം കൊടുത്തിട്ട് MG ശ്രീകുമാറിന്റെ ഗാനമേള നടത്തുന്ന പ്രിയപ്പെട്ട സമ്പന്നവർഗത്തിലെ ഉപ്പമാരെ, അതിൽ നിന്ന് 1 പവൻ സ്വർണ്ണാഭരണം പാവപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ അള്ളാഹുവിന് എത്ര സന്തോഷമാകുമായിരുന്നു. നിനക്ക് അള്ളാഹു പടച്ചതമ്പുരാ തന്നതിന് പകരം പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള മനസ്സ് നിനക്ക് വരുമ്പോ അള്ളാഹു ഇനിയും ഇനിയും നിനക്ക് തരുമല്ലോ. അതുകൊണ്ട് സഹോദരാ, പാവപ്പെട്ടവൻ അവഗണിക്കല്ലേ. കാശില്ലാത്തവനെ കല്യാണത്തിന് വിളിക്കൂല, ഹജ്ജിന് പോയാൽ പാവപ്പെട്ടവരോട് യാത്ര ചോദിക്കൂല, വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടന്നാൽ നാട്ടിലുള്ള സാധുക്കളെ ക്ഷണിക്കൂല. കാശുള്ളവൻ മാത്രം മതിയെന്ന് തീരുമാനിക്കുന്നത് അപകടമാണ്. എത്രയോ പാവപ്പെട്ടവരുണ്ട്, എത്രയോ സാധുക്കളുണ്ട്. അവരെ സാധുക്കളാക്കിയതാരാ? ഞാനും നിങ്ങളുമല്ല. നമ്മൾ പണക്കാരായതെങ്ങനെയാ? നമ്മുടെ കഴിവ് കൊണ്ടല്ല. കരുണക്കടലാറെ പടച്ചതമ്പുരാ നമുക്ക് സാമ്പത്തിക ഭദ്രതയുടെ കവാടങ്ങൾ തുറന്നു തന്നത് കൊണ്ടാ. നിങ്ങൾക്കറിയോ, അല്ലാഹു പടച്ചതമ്പുരാൻ ഖാറൂൻ എന്ന് പറയുന്ന ദുനിയാവിൽ ഏറ്റവും അധികം പണം കൊടുത്തവനാ ഖാറൂൻ. ആ ഖാറൂന്റെ വീട്ടിലെ നായയുടെ കഴുത്തിൽ കെട്ടുന്ന ചങ്ങലയുടെ വില പോലും ഓച്ചിറയിലുള്ള ഏറ്റവും വലിയ സമ്പന്നവർഗത്തിന് അല്ലാഹു തന്നിട്ടില്ല. ആ ഖാറൂൻ എന്ന് പറയുന്ന മനുഷ്യരോട് അല്ലാഹു പറഞ്ഞതെന്താ? വബ്തഗീ ഫീമാ അതാകല്ലാഹു ദാറൽ ആഖിറ. അല്ലാഹു നിനക്ക് തന്നതുകൊണ്ട് ആഖിറ ലോകത്തെ നീ ആഗ്രഹിക്കുക. അല്ലാഹു നിനക്ക് തന്നതുകൊണ്ട് ആഖിറ ലോകത്തെ നീ കൊതിക്കുക. എന്നിട്ട് അല്ലാഹു പറയുന്ന വലാ തൻസാ നസീബക മിനദ് ദുനിയാ, ദുനിയാവിലുള്ള നിന്റെ ഓഹരിയെ നീ മറന്നു പോകണ്ട. എല്ലാം ആഖിറത്തിന് കൊടുക്കണമെന്ന് ഒരിക്കലും ഇസ്ലാം പറയില്ല. സ്വതക്ക ചെയ്യുന്ന വിഷയത്തിൽ പോലും ധൂർത്തടിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരൊറ്റ മതം ഇസ്ലാം മതം മാത്രമേ ഉള്ളൂ. ധൂർത്തടിക്കാൻ പാടില്ല. സഅദ് റളിയല്ലാഹുവിന്റെ wudu എടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, സഅദേ, വെള്ളം കുറച്ച് ഉപയോഗിക്കുക സഅദേ, ആവശ്യമില്ലാതെ വെള്ളം പാഴാക്കരുത്. സഅദ് റളിയല്ലാഹുവിന് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, wudu എടുക്കാൻ ധാരാളം വെള്ളമുണ്ടല്ലോ, പിന്നെ ഇച്ചിരി കൂടുതൽ പാടിപ്പോയാൽ എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൻകുന്ത അലാ നഹ്രിൻ ജാർ, ഒഴുകുന്ന നദിയുടെ അരികിലാണ് നീ ഉള്ളതെങ്കിൽ പോലും ഒരു തുള്ളി വെള്ളം പോലും നീ പാഴാക്കരുത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒഴുകുന്ന നദിയുടെ മുമ്പിലാണെങ്കിൽ പോലും ആവശ്യമില്ലാതെ വെള്ളം ഒഴുക്കി കളയരുത്. ഇപ്പൊ wudu എടുക്കാൻ വേണ്ടി മാത്രമാണ് ഹൗദിൽ വെള്ളമുള്ളതെങ്കിൽ ഒരു മസലയാണ്. വുളുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ചില പള്ളികളുടെ മുമ്പ് എഴുതി വെച്ചിരിക്കും, വുളുവിന് വേണ്ടി മാത്രം ഈ വെള്ളം ഉപയോഗിക്കുക എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്ത് 3 പ്രാവശ്യം കൈ കഴുകിയിട്ട് 4ാമത് കൈ കഴുകൽ ഹറാമാണ്. ഹറാമാണ്. ഫിഖ്ഹി മസ്അലയാണ്. വുളുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൗദ്, ഇത് വുളുവിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, അങ്ങനെ എഴുതി വെച്ച സ്ഥലത്ത് പോയി കൈ കഴുകുമ്പോ 4ാമതൊരു പ്രാവശ്യം കൂടി കഴുകൽ ഹറാമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ നമ്മുടെ നാടിന്റെ അടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, അല്ലാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പള്ളിയിൽ പോയിട്ട് കഞ്ഞി കുടിച്ചപ്പോ പ്ലാവില കൊണ്ടുവന്നിട്ട് കുടിക്കാൻ കൊടുത്തപ്പോ പള്ളിയുടെ പ്ലാവിന്റെ ഇലയാണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു മാറ്റിവെച്ചെങ്കിൽ എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ? സൂക്ഷ്മതയാണ്. നമ്മുടെ ഹൗദിൽ wudu എടുക്കുന്ന രംഗം നമ്മൾ ചിന്തിക്കുക. നമ്മുടെ ചെറുപ്പക്കാർ ഇന്നലെ ഒരു സ്ഥലത്ത്, ഇന്നലെ വടുതല, ആലപ്പുഴ ജില്ലയുടെ വടുതല, ഒരു പഴയകാലത്തൊരു സെയ്ദ് മുഹമ്മദ് മൗലാന എന്ന് പറയുന്ന ഒരു മഹാൻ, അല്ലാഹു ഖബർ വിശാലമാക്കട്ടെ, ആ മഹാൻ വെച്ചുകൊടുത്ത കുറെ പിന്നെ പള്ളികളുണ്ട്. ആ പള്ളികളിൽ എന്റെ പ്രിയപ്പെട്ടവരെ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നു, കാല് ഹൗദിൽ ഇട്ട് കഴുകരുത്. അങ്ങനെ ഒരു കറാമറപ്പ് കാണിച്ചുകൊണ്ടല്ലേ എഴുതി വെച്ചത്? അല്ലെങ്കിൽ എഴുതോ? wudu എടുക്കാൻ പോകുമ്പോ എളുപ്പമുണ്ട്, കാല് 2 എടുത്തിട്ട് സോണോ 2 കുലുക്കം കുലുക്കി എണീച്ചങ്ങ് പോയ റാഹത്ത. അതുകൊണ്ട് അവര് കമ്മിറ്റിക്കാർ എഴുതി വെച്ചു, കാല് ദയവ് ചെയ്ത് ഹൗദിൽ ഇട്ട് കഴുകരുത്. എന്തൊരവസ്ഥയാണ്!
നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ടല്ലോ. അബൂദാബിയിൽ പോയപ്പോൾ ജുമാ നിസ്കാരത്തിന് പള്ളി നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് മൊബൈൽ ഓഫാക്കുക എന്ന് മലയാളത്തിൽ പറയണം, അറബി മാത്രം അറിയുന്ന ആള്. ദയവ് ചെയ്ത് എല്ലാവരും മൊബൈൽ ഓഫാക്കുക. എന്താന്ന് ചോദിച്ചപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞെന്താണെന്നറിയോ, ഇവിടെ ആകെ മൊബൈൽ ഓണാക്കണത് മലയാളികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മൂപ്പര് അതിന്റെ മലയാളം മാത്രം കാണാതെ പഠിച്ചിട്ട് പറയാം. നമ്മൾ പിന്നെ എവിടെ പോയാലും പേരെടുക്കാൻ ഭയങ്കര സെറ്റപ്പാ. അല്ല വേണ്ടി വെച്ചാൽ അതിനൊരു വല്ലാത്ത കഴിവാ. ഗൾഫിൽ പോയാലും നമ്മൾ സുജൂദിരിക്കുമ്പോൾ നമ്മുടെ മൊബൈലില് പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ എനിക്കുള്ള ആ ഒരു അവസ്ഥയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഹൗദിലെ വെള്ളം പോലും ദുരുപയോഗം ചെയ്യരുത്, പാഴാക്കി കളയരുതെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ അടികളാറ ഞാനും നിങ്ങളും. എന്റെ പ്രിയമുള്ള സഹോദരാ, അനാവശ്യമായി അർഹതപ്പെട്ടവർക്കാണെങ്കിൽ പോലും ഒരുപാട് പണം സ്വതക്ക ചെയ്യാനും പാടില്ല. സ്വതക്ക ചെയ്യുന്നതിൽ വരെ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതം വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ഭാര്യയ്ക്ക് കൊടുക്കണം, മക്കൾക്ക് കൊടുക്കണം, എന്നിട്ട് നീ സ്വതക്ക ചെയ്താൽ മതി എന്ന് പറയുന്ന മതം. നമ്മൾ അങ്ങനല്ലല്ലോ, കിട്ടുന്നത് ഇങ്ങോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കും. ഇസ്ലാം അങ്ങനെ ആഗ്രഹിക്കില്ല. ഇസ്ലാം ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ആവശ്യത്തിന് സ്വതക്ക ചെയ്യുക. അല്ലാഹു തന്നതുകൊണ്ട് ആഖിറത്തെ നീ മോഹിക്കുക. അല്ലാഹു തന്ന ദുനിയാവിന്റെ സുഖം നീ മറന്നു പോകണ്ട. നിനക്ക് ദുനിയാവിൽ നല്ല വീട് വെക്കണം, നല്ല വീട് തന്നെ വെക്കണം, നല്ല വീട് തന്നെ വെക്കണം. ഇന്ന് ചില ആൾക്കാർ, നാട്ടിലുള്ള ചില ആൾക്കാർ പറയും, ഉസ്താദുമാർക്ക് വലിയ വീട് വെച്ചുകൂടാ, ഉസ്താദുമാർക്ക് വലിയ വീട് വെച്ചുകൂടാ. എന്റെ വീട് പാലുകാച്ചിന്റെ എന്ന ഒരാള് തിരുവനന്തപുരത്തുനിന്ന്, എന്റെ ജുമാ പ്രസംഗമൊക്കെ കേൾക്കണ ആളാ, തിരുവനന്തപുരത്തുനിന്ന് വന്ന് വീട് പാലുകാച്ചിന് വന്നതോടുകൂടി പുള്ളിക്കാകെ ടെൻഷൻ. ഒരു ചെന്താ, ഉസ്താദിന്റെ വീട്ടിലെ ബാത്റൂമിൽ യൂറോപ്യനാണല്ലോ. യൂറോപ്യൻ ക്ലോസറ്റ് മുസ്ലിയാരിക്ക് വെച്ചുകൂടാത്ര. മുസ്ലിയാരി പാവപ്പെട്ടവനെ പോലെ കയ്യിൽ കൊടുത്ത് പണയൊക്കെ ഇരിക്കുമ്പോ സമാധാനമാവും. അള്ളാഹു നിനക്ക് തന്ന പണം ഉണ്ടല്ലോ, പൂത്തി വെച്ചിട്ട് ഈ കാലഘട്ടത്തിൽ പോലും വീട്ടിൽ ഭാര്യക്ക് അയൺ ചെയ്യാൻ ഒരു അയൺ ബോക്സ് വാങ്ങിച്ചു കൊടുക്കാത്ത പിശുക്കന്മാരുണ്ട്. ഇപ്പോഴും പള്ളി പോയ സമയമായി ചിരട്ട കത്തിക്കൂ, ചിരട്ട കത്തിച്ച് ഒരിക്കലും നൂരാത്ത മുണ്ട് ഇങ്ങനെ താത്ത 150 രൂപ കൊടുത്താൽ കിട്ടും. ഭീമാപ്പള്ളി പോയി ഇസ്തിരി കിട്ടും. 150 രൂപ കൊടുത്താൽ മതി. ചിലപ്പോൾ 3 എണ്ണം കിട്ടും, 2 എണ്ണം ഫ്രീ കിട്ടും. പെരുന്നാളിന് പോയാൽ മതി. ചിലപ്പോൾ ഒരു CD കാസറ്റും കിട്ടും. അത് പിന്നെ എല്ലാത്തിന്റെ കൂടെയും ഫ്രീയാ. അങ്ങനെ കിട്ടുമ്പോ ഗ്യാരണ്ടി ഒന്നുമില്ല. നിങ്ങൾ ചോദിക്കും 50 രൂപയ്ക്ക് വാങ്ങിച്ചാലും ഗ്യാരണ്ടി ഉണ്ടോന്ന് ചോദിക്കണേ. അവര് പറയും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുന്നത് വരെ ഇസ്തിരി ആയുസോട് കൂടി ഇരിക്കും. ഇല്ലെങ്കിൽ കൊണ്ടുവച്ച് ഒന്നാമത്തെ തേപ്പിന് തന്നെ ഡബിൾ മുണ്ട് അകത്ത് കയറി അങ്ങ് പോകും. ചൂട് പിടിച്ച് ഇസ്തിരി തിന്നും. അത് ഭാഗ്യം പോലെയാണ്. അവിടുത്തെ സാധനം, കുന്നംകുളത്തെ സാധനം ഭാഗ്യം പോലെയാണ്. ആ 2 സ്ഥലത്തെ സാധനം ഭാഗ്യ പരീക്ഷണമാണ്. എന്നാലും ഒന്ന് വാങ്ങിക്കൂടെ നമ്മുടെ കുടുംബത്തിന് കൊടുക്കാൻ. മോട്ടർ വെക്കാത്തവരില്ലേ, പണമില്ലാത്തത് കൊണ്ടല്ല, എന്റെ ഭാര്യയില്ലേ അവളത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെടുത്തുന്ന എത്രയോ പേരുണ്ട്. വേണ്ട, നല്ല ഒരു വീട്, നല്ല ഒരു വാഹനം, നല്ല ഒരു ഭാര്യ, മാന്യമായ രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങളല്ല നിന്റെ വീട്ടിന് അനുവദനീയമാണ്. വലാത്തൻ സാ നസീബക മിനദ് ദുനിയാ. അള്ളാഹു ദുനിയാവിൽ തന്നതിനെ നീ മറന്നു പോകണ്ട, ആസ്വദിച്ചു തന്നെ ജീവിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക. അല്ലാഹു നിന്നോട് ഗുണം ചെയ്തതുപോലെ, അല്ലാഹു നിനക്ക് അനുഗ്രഹം ചെയ്തതുപോലെ നീ തിരിച്ചും ചെയ്യുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോ, പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹു ചെയ്തു തന്നതുപോലെ നമ്മളും തിരിച്ചു ചെയ്യണം. അല്ലാഹു മൊത്തം സ്വത്ത് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് മൊത്തം സ്വത്ത് നമ്മൾ സ്വതക്കം ചെയ്യണ്ട. മൊത്തം സ്വത്ത് നമുക്ക് തരാത്തത് കൊണ്ട് മൊത്തം സ്വത്ത് നമ്മൾ സ്വതക്കം ചെയ്യണ്ട. AMSന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 2-4-5 ബക്കറ്റ് സംഘടിപ്പിച്ച് വെക്കണം. ബക്കറ്റ് കളശം മക്കളെ കെട്ടിക്കാനില്ല, ഇതിന്റെ ചെലവിലാണ്. മക്കളെ കെട്ടിക്കാൻ ഞാൻ ചോദിക്കാം, മക്കളെ കെട്ടിക്കാൻ ഞാൻ ചോദിക്കാം, അത് കൊടുത്തേ പറ്റും. കാരണം നമുക്കും മക്കളുണ്ട്. നമ്മുടെ പണം ഏത് രീതിയിലാണ് ചിലവഴിക്കേണ്ടി വരുന്നതെന്ന് അല്ലാഹു അഅലം. അല്ലാഹു സാമ്പത്തിക ഭദ്രത തരട്ടെ. ഇപ്പോഴെല്ലാം ഞാൻ പറയും, ഇൻഷാ അല്ലാഹ് എടുത്ത് തയ്യാറാക്കി വെച്ചിരുന്നാൽ മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ്, എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു തരട്ടെയോ, എനിക്ക് നടത്തി തരുമോ? ഒരാഗ്രഹം
ആഗ്രഹം ആദ്യമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ഭാര്യ പറയാൻ പോവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വല്ലാത്ത സന്തോഷമായി. കാരണം ഇന്ന് വരെ ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മുടെ ഭാര്യമാരാണെങ്കിലോ ചോദിക്കാത്ത സാധനമില്ല. എന്ത് സാധനം കണ്ടാലും വേണം. ഏത് പുതിയ മോഡൽ കസേര ഇറങ്ങിയാലും വേണം. ഏത് പുതിയ മോഡൽ ചുരിദാർ ഇറങ്ങിയാലും വേണം. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ആദ്യമായി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവരോട് പ്രിയപ്പെട്ട ഭാര്യ പറയുന്ന ഞാനൊരു ആഗ്രഹം പറയട്ടെ, നടത്തി തരുമോ? സന്തോഷത്തോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരോട് പറയുന്നു, ഭാര്യമാരുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കണം. അവർക്ക് കൊതിയുണ്ടാവും ഭർത്താവിന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവർക്ക് കൊതിയുണ്ടാവും. കുഞ്ഞിന് പനി വരുമ്പോ സഹോദരി മാത്രം ഓട്ടോ വിളിച്ച് ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിൽക്കുമ്പോൾ അവള് വിചാരിക്കും, എല്ലാരും ചോദിക്കും ഹസ്ബൻഡ് വന്നില്ലേ? ഹസ്ബൻഡ് വേണം, ഹസ്ബൻഡ് വേണം, ഇങ്ങനെ പറയും. സങ്കടമാ പ്രിയപ്പെട്ടത്. ഒന്ന് പോണം. കഷ്ടപ്പാട് നമ്മൾ അറിയണം. കുഞ്ഞുങ്ങളെ നോക്കുന്നതിന്റെ കഷ്ടപ്പാട്. ഇപ്പൊ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? വീട്ടിൽ രാവിലെ 7 മണിയാകുമ്പോ വിളി തുടങ്ങും. മൂത്തോ പറഞ്ഞു, കരച്ചിലോട് കരച്ചില. നഴ്സറി പോകാൻ എന്തൊരു മടിയാ. എന്റെ മോൻ തന്നെ ഒരു കാരണവശാലും കെട്ടിയിട്ടാലോ സ്കൂളിൽ പോകില്ലാന്ന് പറഞ്ഞു ബഹളോ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നീ ചൂടാവാതില്ല, നീ നാക്കൊണ്ട് ഇങ്ങനെ അളയ്ക്കണുണ്ടല്ലേ. ഓ അറിയാം, 2 ദിവസം വീട്ടിൽ നിന്ന് നോക്കുമ്പോ അറിയാം മക്കളെ ഗുണം. ഭാര്യ എന്നോട് പറയാ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ദിവസം വീട്ടിൽ നിന്ന് മക്കളെ ഒന്ന് നഴ്സറി കൊണ്ടുപോകാനും ഒന്ന് കുളിപ്പിക്കാനും ഒന്ന് അടുത്ത് നിൽക്കാനും സമയം കാണുമ്പോഴാണ് നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കളെ നോക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. ചെറിയ കാര്യമൊന്നുമില്ല. ഭാര്യമാർക്ക് ആഗ്രഹം ഉണ്ടാകും വല്ലപ്പോഴും ഭർത്താവിന്റെ കൂടെ കടയിൽ പോയിരുന്നൊരു മസാല ദോശ കഴിക്കണം. കരുനാഗപ്പള്ളി പുട്ടുകടാന്ന് എല്ലാരും പറയണം. എത്രയോ ഭാര്യമാരെ ഓച്ചറേന്ന് കൊണ്ടുപോയി. എനിക്കും കിട്ടി ഒരു പണത്ത. ഇതുവരെ അങ്ങനെ പറയിപ്പിക്കരുത്. കൊണ്ടുപോകണം. ഏതെങ്കിലും സ്ഥലത്തൊക്കെ കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടല്ലോ കൊണ്ടുപോയി എവിടെയെങ്കിലും ഒന്ന് കടപ്പുറത്താണെങ്കിലും കുഴപ്പമില്ല, നീ കൂടെ പോണം, കൂട്ടുകാരന്റെ കൂടെ വിടരുത്. ഹലോ, എനിക്ക് വരാൻ ടൈമില്ല, അതുകൊണ്ട് ഷാനവാസിനെ അങ്ങോട്ട് വിടാം, ബീച്ച് വരെ ഒന്ന് പോയിട്ട് എന്ന് പറയരുത്. അത് കൊലച്ചതിയാണ്. അത് ചെയ്യരുത്. ഭാര്യക്ക് സന്തോഷമായിരിക്കും, കൊള്ളാം, അവരെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കാം. പക്ഷെ നീ അങ്ങനെ അവരെ കൊലയ്ക്ക് കൊടുക്കരുത്. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. വല്ലപ്പോഴും ഒക്കെ കൊണ്ടുപോകണം. കടയിലൊക്കെ കൊണ്ടുപോയി ഇച്ചിരി മസാല ദോശയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കണം. ഭർത്താവിന്റെ മനസ്സങ്ങോട്ട് അറിയട്ടെ. നിങ്ങൾ അങ്ങനെ ചെയ്താൽ അവർക്ക് എന്ത് സന്തോഷമാകുമെന്നറിയും. അതുകൊണ്ടാണ് ഈ മഴവിൽ മനോരമയും വെറുതെ എല്ലാ ഭാര്യയും പിന്നെ കുടുംബകഥയൊക്കെ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാര് ചാനലിന്റെ മുമ്പിൽ നിന്ന് വിറങ്ങലിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? നല്ല ഒരു നട്ടലുള്ള ഭർത്താവാകാൻ നിനക്ക് കഴിയാത്തത് കൊണ്ടാ. ഭർത്താവ് എന്ന് പറയുന്നത് പെണ്ണിന്റെ വികാര പൂർത്തീകരണത്തിന് മാത്രമുള്ള യന്ത്രമല്ല പ്രിയപ്പെട്ടവരെ. മനസ്സും തമ്മിലുള്ള ഒരു വല്ലാത്ത സ്നേഹബന്ധമാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു രംഗം ഞാൻ പറയട്ടെ. ഒരു ദിവസം അവൾ അറിയാതെ കഴുകാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ വെക്കാതെ നിങ്ങൾ എടുത്തു കൊണ്ടുപോയി ഭാര്യയുടെ സാരി, ഭാര്യയുടെ പർദ്ദ നിങ്ങളൊന്ന് കഴുകി നോക്കി. ജീവിതത്തിൽ ആദ്യത്തെ സംഭവമാണെങ്കിൽ ഉടനെ തന്നെ പെണ്ണുമുള്ള ഹുസൈൻ ബാദലിക്ക് വിളിക്കും. ഉസ്താദെ, ഭർത്താവിന് വാറ കൂടി ഓടി വരണേ, എന്തെങ്കിലും ഒന്ന് ഓതി ഊതി കൊടുക്കണേ, ആ കിണറ്റിന്റെ മൂട്ടി വന്ന് എന്റെ പർദ്ദ കഴുവാ. സ്വന്തം ഭക്ഷണം കഴിച്ചിട്ട് സ്വന്തം കൈ പോലും കഴുകാത്ത മനുഷ്യൻ എന്ത് പറ്റിയെന്ന് അറിയില്ല ഉസ്താദെ എന്ന് പറയേണ്ടി വരും. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രിയമുള്ള സഹോദര, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, ഒരാഗ്രഹം എനിക്കൊണ്ട് നടത്തി തരുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തേ പെണ്ണേ നിന്റെ ആഗ്രഹം? പ്രിയപ്പെട്ടവൾ പറയുകയാണ്, എനിക്ക് അലുവ വേണം. അലുവ വേണം. അന്നത്തെ അലുവ ഇന്നത്തെ അലുവ പോലെയല്ല. ഹൽവ എന്ന് പറഞ്ഞാൽ മധുരമുള്ള ഒരു സാധനം. ഹലാവത്ത്, അലുവ എന്ന് പറഞ്ഞ അറബി വാക്കാ. ഹലാവത്ത് എന്നാണ് അതിന്റെ അറബി വാക്ക്, മധുരമുള്ളത് എന്നാണ്. അതിനെയാണ് ഹലാവത്താണ് പിന്നെ അലുവയായി മാറിയത്. ഖൈറുള്ള എന്നതാണ് പിന്നീട് കേരളമായി മാറിയത്. അറബി വാക്കിന് അങ്ങനെ പവറുണ്ട്. എന്റെ വീട്ടിൽ ഇന്ത്യൻ എക്സ്പ്രസ്സോ വരുത്തുന്ന പവർ കാണിക്കുമ്പോ ഫാത്തിയുടെ അർത്ഥമെങ്കിലും പഠിച്ചു വെച്ചിരിക്കണത് നല്ലതാ.
കേട്ടോ. അറബിനോട് താല്പര്യം വേണം. ഗൾഫിൽ പോകുന്നവർ മാത്രം അറബി പഠിച്ചാൽ പോരാ. നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങളൊക്കെ അറബി പഠിക്കണം. നമ്മുടെ ഈ മഹലിൽ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുദരിസിന് അല്ലാഹു ആയുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. നല്ലൊരു പണ്ഡിതനാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട നാട്ടിലുള്ള യുവാക്കളൊക്കെ പറഞ്ഞു. അവരൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്തണം. ഉസ്താദിന്റെ അടുത്ത് പോയി വല്ലതും പഠിക്കാനുള്ള സമയങ്ങൾ കണ്ടെത്തണം. അഹങ്കാരമൊക്കെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ആലിമീങ്ങളുടെ മുമ്പ് പോയി മനസ്സിന്റെ സംശയങ്ങൾ മാറ്റണം. കടയിലും കമ്പോളത്തിലും ഇരുന്ന് മൊയിലാരെ സൂചി വെച്ച് അളക്കാൻ നിൽക്കാതെ നേരിട്ട് പോയി ചോദിച്ച് വല്ലതും പഠിച്ച് മനസ്സിന്റെ ഉള്ളിലുള്ള സംശയങ്ങൾ നിവാരണം നടത്തിയിട്ട് ഇഖ്ലാസോടെ നിസ്കരിച്ച് ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തം നേടുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ അലുവ ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങോളോ? എൻ്റെ ഒരു ആഗ്രഹമല്ലേ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് എനിക്ക് വാങ്ങിത്തരുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണുനീരോടുകൂടി ചോദിക്കുകയാണ്, നിനക്ക് ദുനിയാവിലെ അലുവ വേണമോ ആഖിറത്തിന്റെ അലുവ വേണമോ? അതൊരു പറ്റിക്കലിന്റെ ഡയലോഗ് ആണുങ്ങൾ പഠിച്ചു വെച്ചിരിക്കണതാ. എനിക്ക് ആ പച്ച കളർ വറുത വാങ്ങിച്ചു തരോ, പച്ച കളർ സാരി. നിനക്ക് ദുനിയാവിലെ പച്ച കളർ വേണോ ആഖിറത്തിലെ പച്ച കളർ വേണോ? ഇത് ചോദിക്കുമ്പോ എനിക്ക് ആഖിറത്തിലെ മതി എന്ന് ഭാര്യ പറയും എന്നാണ് നിങ്ങൾ കുറിച്ചതെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യ പോലും പറഞ്ഞിട്ടില്ല എനിക്ക് ദുനിയാവിലെ അലുവ മതി എന്ന് പറഞ്ഞു. ദുനിയാവിലെ അലുവ മതി. ഉമ്മമാരുടെ ഉമ്മ എന്ന് പറയുന്ന ഒരു വിഷയം ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. മാതാക്കളുടെ മാതാവ് ആരാണത്? ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ. ഒരുപാട് ഗുണപാഠമുണ്ട് അവരുടെ ചരിത്രത്തിൽ, ഒരുപാട് ഗുണപാഠം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും അടിസ്ഥാനപരമായ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, എനിക്ക് പരലോകത്തെ അലുവ അല്ലാഹു തന്നോളും, എനിക്കിപ്പോ ദുനിയാവിലെ അലുവ വേണം, നിങ്ങൾ വാങ്ങിത്തരുമോ? കണ്ണുനീരോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ, അതിനുള്ള സാമ്പത്തികം എനിക്കില്ല, അതിനുള്ള സാമ്പത്തികം എനിക്കില്ല. ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള അവസരം കിട്ടാത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. നമ്മളൊക്കെ എന്തുമാത്രം അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. എന്റെ ഓച്ചിറയിലെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്ത് പറഞ്ഞാലും ഭർത്താവ് വാങ്ങിക്കൊണ്ട് തരുമല്ലോ, എന്താവശ്യപ്പെട്ടാലും നമ്മൾ എന്താഗ്രഹിച്ചാലും നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ വീടിന്റെ അകത്ത് ഫ്രിഡ്ജിലിരിക്കുന്ന ഭക്ഷണം പോലും എത്രയോ ദിവസങ്ങൾക്ക് ഫ്രൂട്ട്സ് സാധനങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുകയാ. അല്ലാഹു ആ ഭക്ഷണത്തിലൊക്കെ ബറക്കത്ത് തരട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ, അതിനുള്ള സാമ്പത്തികം എനിക്കില്ല പെണ്ണേ, നിനക്ക് അലുവ വാങ്ങിത്തരാനുള്ള സാമ്പത്തികം എനിക്കില്ല. പ്രിയപ്പെട്ട ഭാര്യ, ഭർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ മൽപ്പിടുത്തം നടത്താനും, നമ്മുടെ സഹോദരിമാരാണെങ്കിൽ പിന്നെ അപ്പുറത്ത് സൈനവാര ഭർത്താവിനെ കണ്ടുപിടിക്ക്. ഒരു കഷണം ലഡു ചോദിച്ചതിന് പകരം ഒരു ബേക്കറിയാണ് അവളെ പേര് തുടങ്ങിയത് അയാള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് തന്റെ ഭാര്യ പറഞ്ഞു, ശരി, അള്ളാഹു പരലോകത്ത് തരട്ടെ എന്ന് പറഞ്ഞ് കണ്ണീർ തുടച്ച് മടങ്ങിപ്പോയി. ഏകദേശം 30 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നപ്പോൾ ഒരു പാത്രം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭാര്യ എടുത്ത് മുമ്പ് കൊണ്ടുവച്ച ഒരു പാത്രം, അതിൽ 4 കഷണം അലുവ കഷണം കഷണമായി മുറിച്ചു വെച്ചിരിക്കുക ഭാര്യ കൊണ്ടുവന്നു കൊടുത്തതാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പെണ്ണേ, ഇതെവിടുന്ന? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്നു, അല്ലയോ അബൂബക്കർ സിദ്ദീഖ്, എല്ലാ ദിവസവും നിങ്ങൾ ചിലവിന് വേണ്ടി കാശ് തരാറുണ്ടല്ലോ, എല്ലാ ദിവസവും എന്റെ വീട്ടിലെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ പണം തരാറുണ്ടല്ലോ. അങ്ങനെ തരുന്ന പണത്തിൽ നിന്ന് ചിലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുറച്ച് ദിർഹമുകൾ ഞാൻ മാറ്റിവെച്ചിരുന്നു തങ്ങളെ. എല്ലാ ദിവസവും തന്നുകൊണ്ടിരുന്നതിൽ നിന്ന് ഒരു തുക ചിലവ് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റിവെച്ചിരുന്നു. എന്നിട്ടാ മാറ്റിവെച്ചതില്ലേ, ആ മാറ്റിവെച്ചത് അത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഞാൻ അലുവ വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ കണ്ണുനീരോടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുത്തുകൊണ്ടിരുന്ന കാശ് കൂടുതലാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞതല്ലാ.
അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ കൂടുതൽ ചെലവിന് കൊടുക്കൂല റബ്ബേ. ഇന്നലെ വരെ കൊടുത്തുകൊണ്ടിരുന്നത് കൂടുതലായത് കൊണ്ടല്ലേ അവൾ ആ കാശിന് തലുവ വാങ്ങിയത്. അതുകൊണ്ട് ഇന്ന് മുതൽ കൂടുതൽ ഞാൻ കൊടുക്കൂല, അവൾ എടുത്തു മാറ്റിയ കാശ് കുറച്ചിട്ടേ ഞാൻ കൊടുക്കുള്ളൂ എന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുടുംബത്തിന് വേണ്ടി ദൂർത്തടിച്ചുകൊണ്ട് ചിലവഴിച്ചാൽ അള്ളാന്റെ മുന്നിൽ കണക്ക് പറയും.